നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ചേർത്തല ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ പുതിയൊരു നിർണായക വെളിപ്പെടുത്തൽ കൂടി ന്യൂസ് 18 പുറത്തുവിടുന്നു. ബിന്ദുവും സെബാസ്റ്റ്യനും താമസിച്ചിരുന്നത് ഒരുമിച്ചെന്ന് ചേർത്തല സ്വദേശി സതീശൻ. വെളിപ്പെടുത്തൽ നടത്തിയ സതീശൻ ബിന്ദുവിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി വാങ്ങിയാൾ. ഭൂമിയുടെ പണത്തിന്റെ ആദ്യ ഗഡു വാങ്ങാൻ വന്നത് ബിന്ദുവും സെബാസ്റ്റ്യനും ഒന്നിച്ചെന്നും സതീശൻ ന്യൂസ് 18നോട്. ചർച്ചകൾ വഴിമുട്ടിയതോടെ KPCC പുനഃസംഘടന വീണ്ടും അനിശ്ചിതത്വത്തിലായി. നേതാക്കൾ തമ്മിൽ തർക്കം രൂക്ഷം. ഭാരവാഹി നിർദ്ദേശങ്ങളിൽ അഭിപ്രായ ഐക്യത്തിലെത്താനായില്ല. പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളും തീരുമാനം വൈകുന്നതിന് കാരണം. കേരളത്തിലും ഡൽഹിയിലും ചർച്ചകൾ തുടരും. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാറിലെത്താതെ ട്രംപിന്റെയും പുടിന്റെയും അലാസ്ക ചർച്ച. തീരുമാനമായില്ലെങ്കിലും ചർച്ചകളിൽ പുരോഗതിയെന്ന വിശദീകരണം. നാറ്റോ രാജ്യങ്ങളോട് ചർച്ച ചെയ്ത് തുടർ നടപടികളെന്ന് ട്രംപ്. യുക്രൈൻ സഹോദര രാജ്യമാണെന്നും പ്രശ്നം സെലൻസ്കിയാണെന്നും പുടിൻ. ട്രംപിൻ റഷ്യയിലേക്ക് പുടിന്റെ ക്ഷണം. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് കടുക്കും. രാജ്ഭവനിലെ വിരുന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിച്ചത് BC നിയമന തർക്കത്തിന്റെ തുടർച്ചയായി. സമവായം വേണമെന്ന് കോടതി പറഞ്ഞിട്ടും അനുനയ നീക്കമില്ല. BC നിയമന കേസ് വീണ്ടും തിങ്കളാഴ്ച സുപ്രീം കോടതിയിൽ. കോഴിക്കോട്ട് പനി ബാധിച്ച് മരിച്ച 9 വയസ്സുകാരിക്ക് അമീബിക് മെനിഞ്ചിസ്റ്റായിരുന്നുവെന്ന സ്ഥിരീകരണം. കോരങ്ങാട് സ്വദേശി സനൂപിന്റെ മകൾ അനയ മരിച്ചത് മിനിയാന്ന് രാത്രി. ആന്തരാവയവങ്ങൾക്ക് വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. പനി ബാധിതരായ സഹോദരങ്ങളും സഹപാഠിയും നിരീക്ഷണത്തിൽ. മലപ്പുറം പരാമർശത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. സത്യം പറഞ്ഞതിന്റെ പേരിൽ തന്നെ ഘോഷിക്കുകയാണെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി. സത്യം പറയാൻ പറ്റാത്ത അവസ്ഥ. മറ്റു സമുദായങ്ങൾ നേട്ടമുണ്ടാക്കിയപ്പോൾ SNDP പിന്തള്ളപ്പെട്ടുവെന്നും വെള്ളാപ്പള്ളി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്ര നാളെ തുടങ്ങും. വോട്ടർ പട്ടിക പരിഷ്കരണവും ക്രമക്കേടും വിഷയമായി ഉന്നയിക്കും. യാത്രയിൽ രാഹുലിനൊപ്പം തേജസ്വി യാദവും. നിസ്സറാമിൽ തുടങ്ങുന്ന യാത്ര 30-ന് ആറയിൽ സമാപിക്കും. മുംബൈയിൽ മഴക്കെടുതി രൂക്ഷം. വിക്രോളിൽ മണ്ണിടിഞ്ഞ് 2 മരണം. നവി മുംബൈ, ദാദർ, കിങ്സ് സർക്കിൾ എന്നിവിടങ്ങളിൽ വെള്ളത്തിനിടയിൽ. വെള്ളക്കെട്ടിൽ മുടങ്ങി ഗതാഗതം. റെയിൽവേ ട്രാക്കുകളിലും വെള്ളം കയറി. മുംബൈയിൽ റെഡ് അലേർട്ടും താനെയിൽ ഓറഞ്ച് അലേർട്ടും. കേരളത്തിലും ഇന്ന് പലയിടങ്ങളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട്. 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യത. തൃശൂരിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോഴിക്കോട് വടകരയിൽ വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ചു. തോടന്നൂർ സ്വദേശി ഇഷ ആശാരിക്കണ്ടി മരിച്ചത് വീട്ടുമുറ്റം വൃത്തിയാക്കുന്നതിനിടെ. ഷോക്കേറ്റത് പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ തട്ടി. ഏറ്റുമാനൂരിൽ ട്രെയിനിന് മുന്നിൽ ചാടി ഷൈനിയും മക്കളും മരണത്തിൽ നാളെ കുറ്റപത്രം നൽകും. ഭർത്താവ് നോബി ഏകപ്രതി. മുൻ കേസുകളിലെ തെളിവുകളും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയ അന്വേഷണ സംഘം. മക്കളുമായി ഷൈനി ജീവൻ ഒടുക്കിയത് ഭർത്താവിന്റെ നിരന്തര പീഡനത്തെ തുടർന്നെന്ന് കുറ്റപത്രം. ആത്മഹത്യയിലേക്ക് നയിച്ചത് സംഭവത്തിന് തലേന്നത്തെ ഫോൺ കോൾ. വിശദമായി നോക്കാം. മഴക്കെടുതിയിൽ മുംബൈയിൽ 2 മരണം. വിക്രോളിൽ മണ്ണിടിഞ്ഞാണ് അപകടമുണ്ടായത്. പലയിടത്തും ഗതാഗതത്തെ വെള്ളക്കെട്ട് ബാധിച്ചു. മുംബൈയിൽ റെഡ് അലേർട്ടും താനെയിൽ ഓറഞ്ച് അലേർട്ടും തുടരുകയാണ്. രാകേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാകേഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് മഴക്കെടുതിയിൽ മുംബൈ എന്ന് മനസ്സിലാക്കുന്നു. 2 മരണം ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലയിടത്തും മണ്ണിടിച്ചിലുണ്ടാകുന്നു. എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഭവ്യ, ഗുഡ് മോർണിംഗ്. മഹാരാഷ്ട്രയിൽ ജന്മാഷ്ടമി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. അതിനെല്ലാം ബാധിക്കുന്ന തരത്തിൽ കനത്ത മഴയാണ് മുംബൈയിൽ പെയ്യുന്നത്. മുംബൈയിൽ മാത്രമല്ല സമീപ ജില്ലകളിലും സമാനമായ രീതിയിൽ കനത്ത മഴയാണ്. പ്രത്യേകിച്ച് സാധാരണ
ചെറിയ മഴ പെയ്താൽ തന്നെ വെള്ളം കയറുന്ന സ്ഥലമാണ് മുംബൈ. പല താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ചെറിയ മഴ പെയ്യുമ്പോൾ പോലും വെള്ളം കയറാറുണ്ട്. ഇന്നലെ ഏതാണ്ട് രാത്രി 11 മണി മുതൽ ഇന്ന് പുലർച്ചെ 5 മണി വരെ 200 മില്ലിമീറ്റർ മഴയാണ് മുംബൈയിൽ പെയ്തത്. അതുകൊണ്ട് തന്നെ പല പ്രദേശങ്ങളും ഈ വെള്ളത്തിനടിയിലാണ്. പ്രത്യേകിച്ച് അന്ധേരിയിലെയും നവി മുംബൈയിലെയും ദാദറിലെയും ഒക്കെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ദാദർ റെയിൽവേ സ്റ്റേഷനും സമാനമായ സാഹചര്യമാണ്. ട്രാക്കുകളിലൊക്കെ തന്നെ വെള്ളം കയറിയ നിലയിലുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ കാണുന്നു. ഒപ്പം തന്നെ സിയോൺ റെയിൽവേ സ്റ്റേഷനും സമാനമായ സ്ഥിതിയാണ്. ട്രാക്കുകളിൽ അവിടെ വെള്ളം കയറിയിട്ടുണ്ട്. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും റൺവേയിലടക്കം വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഫ്ലൈറ്റുകൾ റദ്ദാക്കിയതായുള്ള അറിയിപ്പ് ഇതുവരെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ സാധാരണഗതിയിൽ ഇത്തരത്തിൽ മഴയുണ്ടാവുമ്പോൾ ഈ സബർബൻ ട്രെയിനുകളൊക്കെ തന്നെ റദ്ദാക്കുന്ന അല്ലെങ്കിൽ സമയം മാറ്റുന്ന പതിവൊക്കെ ഉണ്ട്. പക്ഷേ അത്തരമൊരു അറിയിപ്പ് റെയിൽവേയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പലയിടങ്ങളിലും വെള്ളക്കെട്ട് തുടരുകയാണ്. ഏതായാലും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത് ശക്തമായ മഴ തുടരും എന്നുള്ളത് തന്നെയാണ്. അതായത് മുംബൈയിൽ റെഡ് അലേർട്ട് തുടരുകയാണ്. ഇതുകൂടാതെ റായ്ഗഡിലും, സമീപ ജില്ലയാണ് റായ്ഗഡ്, അവിടെയും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. താനെയിലും പാൽഗറിലും ഓറഞ്ച് അലേർട്ടാണ്. അതായത് ഈ ശക്തമായ മഴ 2 ദിവസം കൂടി തുടരും എന്ന അറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും മുംബൈയിൽ ശക്തമായ മഴയ്ക്കൊപ്പം വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ മുംബൈയിൽ മണ്ണിടിച്ചിലുണ്ടായി. അങ്ങനെ ഒരു വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് 2 പേർ മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ന് രാവിലെയാണ് ഈ അപകടമുണ്ടായത്. ഈ വീട്ടിലുണ്ടായിരുന്ന മറ്റ് 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സംസ്ഥാന സർക്കാർ സാഹചര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മഴ ഇനി തുടരുകയാണെങ്കിൽ സാഹചര്യം കൂടുതൽ മോശമാകാൻ സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ സാഹചര്യം വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഭവ്യ. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടധികാർ യാത്രയ്ക്ക് നാളെ തുടക്കം. വോട്ടർ പട്ടിക പരിഷ്കരണവും വോട്ടർ പട്ടികയിലെ ക്രമക്കേടും ഉയർത്തിയാണ് യാത്ര. RJD നേതാവ് തേജസ്വി യാദവും രാഹുലിനൊപ്പം യാത്രയിലുണ്ടാകും. രാകേഷ് വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് തുടരുന്നുണ്ട്. രാകേഷ്, നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റവും പ്രധാനമായി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി ആരോപണം അത് ശക്തമായിരിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുകുലുക്കാൻ ആരോപണത്തിന് സാധിച്ചു. പ്രധാനമായും നമുക്കറിയാം 5 ചോദ്യങ്ങളടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഉന്നയിച്ചു. അതിന് ഉത്തരം പോലും കിട്ടിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വോട്ട് അധികാർ യാത്രയ്ക്ക് നാളെ തുടക്കമാകുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഭവ്യ, 2 യാത്രകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ട്. അതൊന്ന് ഭാരത് ജോഡോ യാത്രയായിരുന്നു, കന്യാകുമാരിയിൽ നിന്ന് ജമ്മു കശ്മീരിലേക്ക്. അതിനുശേഷം അസമിൽ നിന്ന് മുംബൈയിലേക്ക് ഭാരത് ജോഡോ ന്യായ് യാത്രയും രാഹുൽ ഗാന്ധി നടത്തി. ഈ യാത്രയുടെയൊക്കെ തന്നെ ഗുണം ഉണ്ടായി എന്ന കണക്കുകൂട്ടൽ കോൺഗ്രസിനുണ്ട്. കണക്കുകൾ നോക്കുമ്പോൾ കോൺഗ്രസ് സമീപകാലത്ത് വലിയ പ്രകടനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തുകയും ചെയ്തു. ബീഹാറിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബീഹാറിൽ JDUവിന്റെ ഭരണമാണ്. ഈ 2005 മുതൽ ബീഹാറിന്റെ രാഷ്ട്രീയ ചരിത്രമെടുത്താൽ JDU ആണ് ഭരിക്കുന്നത്. അതിപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായാലും അല്ലെങ്കിൽ NDAയുടെ ഭാഗത്താണെങ്കിലും നിതീഷ് കുമാർ തീരുമാനിക്കുന്ന ആൾ അല്ലെങ്കിൽ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായ ചരിത്രമാണ് ബീഹാറിനുള്ളത്. അപ്പോൾ 2005 മുതൽ RJD അവിടെ പലപ്പോഴായി പ്രതിപക്ഷത്താണ്. ഭൂരിപക്ഷം സമയത്തും സർക്കാരിന്റെ ഭാഗമല്ല RJD. കോൺഗ്രസ് RJDയുടെ സഖ്യകക്ഷിയാണ്. ബീഹാറിലേക്ക് വരുമ്പോൾ ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണം കഴിഞ്ഞ കുറേ മാസങ്ങളായി വലിയ ചർച്ചാ വിഷയമാണ്. ലോക്സഭയിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്നത് ഇന്ത്യ സഖ്യം. ലോക്സഭ പലപ്പോഴും പാർലമെന്റ് നടപടികൾ തന്നെ ഈ വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബഹളത്തിൽ തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ വിഷയം കോടതിയുടെ പരിഗണനയിലാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ വോട്ടർ പട്ടികയിലെ പരിഷ്കരണം, ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി തന്നെ ഉന്നയിച്ച വോട്ടർ പട്ടികയിലെ ക്രമക്കേട്, ഈ 2 വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇപ്പോൾ യാത്രയ്ക്ക് ഏതായാലും തുടക്കമാകുന്നത്. നാളെ സാസാറാമിൽ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. ഏതാണ്ട് 13 ദിവസം രാഹുൽ ഗാന്ധി സംസ്ഥാനത്തെ പലയിടങ്ങളിൽ യാത്ര നടത്തും. ഏതാണ്ട് 10 ജില്ലകളിലൂടെ ഈ യാത്ര കടന്നു പോവുകയും ചെയ്യും. അതിനുശേഷം 30-ാം തീയതിയാണ് ഈ യാത്ര ആറയിലാണ് അവസാനിക്കുക എന്നാണ് കോൺഗ്രസ് നേതാക്കൾ അറിയുന്നത്. തീർച്ചയായും ഈ വോട്ടർ പട്ടികയിൽ നിന്ന് വലിയ തോതിൽ ആളുകളെ ഒഴിവാക്കാനുള്ള ശ്രമം ബോധപൂർവം നടത്തുന്നുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരിക്കും ഈ യാത്ര കടന്നു പോവുക. ഏതായാലും ഇന്ത്യ സഖ്യത്തിന് നേതാക്കളൊക്കെ തന്നെ ഈ യാത്രയുടെ ഭാഗമാകും, പലയിടങ്ങളിലായി അണിചേരും എന്നാണ് നേതാക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. തേജസ്വി യാദവ് നിലവിൽ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ഈ യാത്രയ്ക്കൊപ്പം രാഹുൽ ഗാന്ധിക്കൊപ്പം 13 ദിവസം ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും വലിയ തോതിൽ ഈ വോട്ടർ പട്ടിക വിഷയം ഏറ്റെടുക്കുകയാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും. അതാണ് നാളെ ബീഹാറിൽ കാണാൻ പോകുന്നത്. വലിയൊരു യാത്രയ്ക്ക് ഏതായാലും ഇന്ത്യ സഖ്യം അവിടെ തുടക്കം കുറിക്കാൻ പോകുകയാണ്. ഭവ്യ. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. അന്തിമ കരാറിലെത്തിക്കാനാവാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള നിർണായക ചർച്ച അവസാനിച്ചു.
ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ടായെന്നും വൈകാതെ തന്നെ ലക്ഷ്യം കാണാനാകുമെന്നും ഇരു നേതാക്കളും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അടച്ചിട്ട മുറിയിൽ 3 മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഇരു നേതാക്കളുടെയും പ്രതികരണം. എം ജി മിഥുൻ നൽകും വിവരങ്ങളുമായി. മിഥുൻ, നമുക്കറിയാം ചരിത്രമുറങ്ങുന്ന അലാസ്കയിലേക്ക് ലോകം ഉറ്റുനോക്കുകയായിരുന്നു. ആ ചർച്ച അത് അന്തിമമാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും അത് ഒരു മഞ്ഞുരുക്കമുണ്ടായി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? ഭവ്യ, ചർച്ച ഒരു അന്തിമ കരാറിലേക്ക് എത്തിയില്ല എങ്കിൽ പോലും തന്നെ പ്രതീക്ഷ നൽകുന്നതാണെന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. കാരണം അത്തരത്തിലുള്ള സൂചനകൾ നൽകുന്ന വാക്കുകളായിരുന്നു പിന്നീട് ഇരു നേതാക്കളും നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നടത്തിയ വാക്കുകളിലൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം അതിൽ പ്രധാനമായും വ്ളാഡിമിർ പുടിൻ പറഞ്ഞു വെച്ച ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ധാരണയായിരിക്കുന്ന കാര്യത്തിൽ നിന്ന് നാറ്റോ രാജ്യങ്ങളോ അല്ലെങ്കിൽ യുക്രൈനോ ഒരു തരത്തിലും പിന്നോട്ട് പോകാൻ പാടില്ല. ഒപ്പം തന്നെ ഒരു പരസ്യ പ്രസ്താവനകളിലേക്കടക്കം നിൽക്കണമെന്നടക്കമുള്ള ഒരു ആവശ്യം ഇത്തരത്തിൽ വ്ളാഡിമിർ പുടിൻ പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ ട്രംപ് അതിൻ്റെ നിലപാടും ഇക്കാര്യത്തിൽ ശ്രദ്ധേയമായി എന്നുള്ളത് തന്നെയാണ്. അതായത് വളരെ കാലങ്ങളായി ഒരു അന്ത്യശാസനം അടക്കം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഉടൻ തന്നെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇത്തരത്തിൽ പുടിന് മുന്നിൽ വഴങ്ങുന്നു, അല്ലെങ്കിൽ ഒരു തരത്തിൽ പുടിൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾക്ക് അടുക്കുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ കരുതേണ്ടിയിരിക്കുന്നു. ആ ഒരു സൂചനകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് എന്താണ് ഈ ചർച്ചയിൽ ധാരണയായത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് ഒരു വ്യവസ്ഥ ഉണ്ടാക്കാൻ സാധിച്ചത്, ഒപ്പം തന്നെ മറ്റേതൊക്കെ കാര്യങ്ങളിലാണ് ഇനി ധാരണയാകേണ്ടതായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇരു നേതാക്കളും പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ നടന്ന ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് അതടക്കം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ യുക്രൈനുമായും ഒപ്പം തന്നെ നാറ്റോ രാജ്യങ്ങളുമായും സംസാരിക്കുമെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ഇതിനുശേഷം രണ്ടാം ഘട്ട ചർച്ചകളിലേക്ക് നടക്കുമെന്നുള്ള സൂചനയും ഇരു രാജ്യങ്ങളും നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. മോസ്കോയിലേക്ക് ട്രംപിനെ രണ്ടാം ഘട്ട ചർച്ചകൾക്കായി ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊരു സമ്മതം ട്രംപ് മൂളിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും നമുക്കറിയാം ഇപ്പോൾ അമേരിക്കയുടെ മണ്ണിൽ അമേരിക്കൻ പ്രസിഡന്റ് ക്ഷണപ്രകാരം ഒരു ഉച്ചകൂടി വെക്കുന്നു. അത് ഏവരും ഉറ്റുനോക്കിയ ഒരു ഉച്ചകൂടി തന്നെയായിരുന്നു. അതിൽ കൃത്യമായ രീതിയിൽ കഴിഞ്ഞ 3.5 വർഷക്കാലമായി അനന്തമായി ഇങ്ങനെ നീണ്ടുപോകുന്ന യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. പക്ഷേ അതിൽ ചില ഉപാധികൾ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഏകദേശം 20% യുക്രൈൻ്റെ സ്ഥലങ്ങൾ 20% ഇപ്പോഴും റഷ്യയുടെ അധീനതയിലാണ് എന്നുള്ളത് തന്നെയാണ്. ഈ ഭാഗം, അതായത് പിടിച്ചെടുത്തിട്ടുള്ള ഈ പ്രവിശ്യകൾ തിരികെ നൽകണം എന്നുള്ള ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അതിന് ഒരു തരത്തിലും ട്രംപ് വഴങ്ങാനിടയില്ല. അപ്പോൾ അതിൽ ഏത് തരത്തിലുള്ള ഒരു നയതന്ത്ര ഇടപെടലായിരിക്കാം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അക്കാര്യത്തിൽ ഏതെങ്കിലും ചർച്ച ഉണ്ടായിട്ടുണ്ടോ, അതിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ സാധ്യതയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് നമുക്കിനി പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും നാളിതുവരെയായി നടന്ന യുദ്ധത്തിൽ അത് എന്തിനു വേണ്ടിയാണ് നടന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ യുക്രൈൻ നാറ്റോ അംഗത്വം ഏറ്റെടുത്താൽ അത് ഏറ്റവും കൂടുതൽ ആഭ്യന്തര സുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. റഷ്യയെ സംബന്ധിച്ച് അത് സുരക്ഷാ ഭീഷണി തന്നെയാണ്. അതുകൊണ്ട് തന്നെ യുക്രൈനിൽ തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമുണ്ട്. പക്ഷെ അപ്പോൾ പോലും അതെവിടെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ ഘട്ടത്തിൽ പോലും ഈ ട്രംപ് ഏറ്റവും പ്രധാനമായി ഈ സെലൻസ്കിയെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് ട്രംപിന്റെ നീക്കമെന്ന് മനസ്സിലാക്കുന്നു. അതിനൊരു സാധ്യത എത്രമാത്രം ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മിഥുൻ? ഭവ്യ, നമുക്ക് ഈ ചർച്ചകൾ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് ഈ ഒരു ചർച്ചയിലെ ഉരുത്തിരിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ്. ഏതൊക്കെ കാര്യങ്ങളിൽ ഇരു നേതാക്കളും തമ്മിൽ ധാരണയായി എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതിൽ യുക്രൈൻ വഴങ്ങുമോ? സ്വാഭാവികമായും ഇത്രയധികം നാശനഷ്ടങ്ങൾ ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. 10,000-ങ്ങൾ മരിച്ചു വീണ ഒരു യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ യുക്രൈൻ ഈ പുടിൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വഴങ്ങുമോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും സ്വാഭാവികമായും ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള യാതൊരുവിധ ഈ സമവായ ശ്രമങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉടമ്പടികൾക്കും ഒന്നും തന്നെ പുടിൻ തയ്യാറാകാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏത് തരത്തിൽ ഒരു സമാധാനത്തിലേക്ക് ഇരു രാജ്യങ്ങളെയും കൊണ്ടുവരാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് രണ്ടാം ഘട്ട ചർച്ചയിലായിരിക്കും അത് ഉരുത്തിരിഞ്ഞു വരിക. അതിനു മുമ്പ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ചർച്ചയിൽ ഉണ്ടായിരിക്കുന്ന ധാരണ അത് നാറ്റോ രാജ്യങ്ങളെയും ഒപ്പം തന്നെ യുക്രൈനെയും പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ട്രംപിന് തന്നെയാണ്. ട്രംപിനെ സംബന്ധിച്ച് നോബൽ എന്ന
ആ ഒരു വലിയ കടമ്പ കടക്കണമെങ്കിൽ അത് ലഭ്യമാകണമെങ്കിൽ ഈ ഒരു യുദ്ധം അവസാനിപ്പിച്ചേ സാധ്യമാകൂ, അതിനുവേണ്ടി ഇടനില നിന്നേ സാധ്യമാകൂ. അതുകൊണ്ട് തന്നെ അതിൽ ഏതറ്റവും വരെ പോകാൻ ട്രംപ് തയ്യാറാകുകയും ചെയ്യും. അതിന്റെ ഒരു സൂചനകൾ നൽകുന്നത് തന്നെയായിരുന്നു. അതായത് വ്ളാഡിമിർ പുടിൻ അലാസ്കയിലേക്ക് പറഞ്ഞിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ഒരു 10 മിനിറ്റ് പുടിനെ വിമർശിക്കാൻ ട്രംപ് തയ്യാറായില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് അല്ലേ മിഥുൻ? ശരി, ഞാൻ മിഥുനിലേക്ക് എത്താം. ഇപ്പോൾ പി ജെ വിൻസെന്റ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ പി ജെ വിൻസെന്റ്, എന്തായാലും ഒരു അന്തിമ കരാറിലെത്താൻ ആയിട്ടില്ല ഈ ചർച്ചയ്ക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അപ്പോൾ പോലും അവിടെ ഒരു മഞ്ഞുരുക്കം ഉണ്ടായിട്ടുണ്ട്, ഒരു പ്രതീക്ഷയുണ്ടായിട്ടുണ്ട്. ലോകം ഉറ്റുനോക്കിയ ആ ചർച്ചയിൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാൻ സാധിക്കുമോ? താങ്കൾക്ക് എന്താണ് വിലയിരുത്താനുള്ളത്? തീർച്ചയായിട്ടും അത് പ്രതീക്ഷാ നിർഭരമാണ് എന്നാണ് എന്റെ അഭിപ്രായം. റഷ്യ ഒരു വാക്യരാഷ്ട്രമാണ്, അമേരിക്ക മനുഷ്യക്യ രാഷ്ട്രമാണ്. യുക്രൈൻ റഷ്യ യുദ്ധം യഥാർത്ഥത്തിൽ അത് നാറ്റോ സഖ്യവും റഷ്യൻ സഖ്യവും തമ്മിലുള്ള യുദ്ധമായി മാറിക്കഴിഞ്ഞു. റഷ്യക്ക് വേണ്ടി റഷ്യ മാത്രമല്ല, ചൈന ശക്തമായി പിന്തുണയ്ക്കുന്നുണ്ട്. നോർത്ത് കൊറിയയുടെ സൈന്യം റഷ്യക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നുണ്ട്. ഇറാന്റെ ഡ്രോണുകളും മറ്റു സഹായവും റഷ്യക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒട്ടും ശുഭകരമല്ല. അപ്പോൾ ഒരു ഭാഗത്ത് അമേരിക്ക നേതൃത്വം നൽകുന്ന നാറ്റോ സഖ്യത്തിന്റെ പിന്തുണയോടുകൂടി ഉക്രൈനും ഇപ്പത് റഷ്യയും ചൈനയും ഒക്കെ ചേർന്നിട്ട് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പരമാവധി നേരത്തെ പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ ഇതിലൊരു വിൻ വിൻ സിറ്റുവേഷനാണ് ഞാനിപ്പോൾ കാണുന്നത്. അന്താരാഷ്ട്ര രംഗത്ത് പൂർണ്ണമായും റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പുടിനുമായിട്ട് ഒരു കൂട്ടിക്കാഴ്ച നടത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ റഷ്യയുടെ ആ ഐസൊലേഷൻ, അവരെ അന്താരാഷ്ട്ര രംഗത്ത് ഒറ്റപ്പെടുത്തുക എന്ന നയത്തിൽ നിന്ന് റഷ്യയുമായി എൻഗേജ് ചെയ്യുക എന്ന നയത്തേക്ക് അമേരിക്ക മാറി എന്നുള്ളതാണ്. അതാണ് ഈ ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ പോലും എവിടെയും ഒന്ന് വിമർശിക്കാൻ തയ്യാറായില്ല ട്രംപ്, പുടിനെ വിമർശിക്കാൻ തയ്യാറായില്ല ട്രംപ് എന്നതും ശ്രദ്ധേയമാണല്ലേ? അതെ, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം അമേരിക്കയും G7 രാജ്യങ്ങളുടെയും GDP, ഗ്ലോബൽ GDP എടുത്താൽ 28% വരുള്ളൂ. അതേസമയം ബ്രിക്സ് രാജ്യങ്ങളും ബ്രിക്സ് വികസനത്തിന്റെ ഭാഗമായി മറ്റ് ഇറാനും UK ഇതിന്റെ ഭാഗമായി വരികയാണ്. ആ രാജ്യങ്ങളെല്ലാം ചേർന്നാൽ 35% മാറി. അപ്പോൾ ഈ ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ അതിൽ അമേരിക്കൻ ഹെജിമണിയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ത്യയും റഷ്യയും ചൈനയും എല്ലാം ചേർന്ന് വളരെ ശക്തമായ ഒരു ബ്ലോക്കായി മാറുന്നത് അമേരിക്ക താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് അമേരിക്കയുടെ പക്ഷത്ത് നിന്നും വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു നീക്കമുണ്ടാകുന്നത്. മാത്രമല്ല, ഇന്ത്യ ഇപ്പോൾ പകരച്ചുങ്കത്തിൽ പൂർണ്ണമായും ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിക്കുക ചെയ്തുകൊണ്ട് ഗ്ലോബൽ സൗത്തിൽ അമേരിക്കക്കെതിരായിട്ടുള്ള ഒരു ശക്തമായ ഗ്രൂപ്പിംഗ് ഉണ്ടായി വരികയാണ്. അതിൽ ബ്രസീൽ പ്രധാന ഘടകമാണ്. ബ്രസീൽ, ഇന്ത്യ, ചൈന, റഷ്യയും സൗത്ത് ആഫ്രിക്കയും ഒക്കെ ചേർന്ന്. അപ്പൊ ഈ ഒരു സാഹചര്യം മാത്രമല്ല, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുകയും അതിന്റെ നേതൃത്വത്തിലേക്ക് ചൈനയും ഇന്ത്യയും റഷ്യയും ഒക്കെ അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു ലോകക്രമം അമേരിക്കൻ ഹെജിമണിയെയും G7 വികസിത മുതലാളിത്ത രാജ്യങ്ങളുടെ ആ ഒരു ആധിപത്യത്തെയും പൂർണ്ണമായും ഇല്ലാതാക്കും. അതുകൊണ്ട് എൻഗേജ് ചെയ്യുക എന്നുള്ളത് അമേരിക്കയുടെ താല്പര്യമാണ്. അതുകൊണ്ടാണ് പുടിനുമായിട്ട് ആദ്യ പ്രസിഡൻസിയുടെ കാലത്തുണ്ടായിരുന്ന സൗഹൃദം പൊടിതട്ടിയെടുത്ത് വീണ്ടും എൻഗേജ് ചെയ്യുക എന്ന നയം അമേരിക്ക സ്വീകരിക്കുന്നത്. അതേസമയം പുടിനെ സംബന്ധിച്ചിടത്തോളം ഒരു റഷ്യ ഈ യൂറോപ്യൻ അഫയേഴ്സിൽ നിന്ന് ഏറെക്കുറെ പുറത്തായിരിക്കുന്നു എന്നതൊരു ഫാക്റ്റാണ്. യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ബന്ധത്തിലും വ്യാപാര ബന്ധത്തിൽ, മറ്റ് വ്യവസായത്തിന്റെ കാര്യത്തിൽ, ടെക്നോളജിയുടെ മേഖലയിലുള്ള സഹകരണത്തിലും ഒക്കെ അവർ പുറത്താണ്. അപ്പോൾ ഈ യൂറോപ്യൻ സിസ്റ്റത്തിനകത്തേക്ക് കടന്നു വരുവാനും ആഗോള രംഗത്ത് വീണ്ടും തിരിച്ചു വരുവാനും റഷ്യക്ക് അമേരിക്കയുടെ സഹായവും ആവശ്യമാണ്. ആ അർത്ഥത്തിൽ പുടിനെ വിമർശിക്കാതെ തന്ത്രപരമായ സമീപനം ട്രംപും സ്വീകരിച്ചു. എന്നാൽ യുദ്ധത്തിൽ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത് പോലെ ഉള്ള ഒരു ഡീലിന് തയ്യാറല്ല. ഓവൽ ഓഫീസിൽ ജനുവരി 20 ഞാൻ പ്രസിഡന്റായി പ്രതിജ്ഞ ചെയ്യുമ്പോൾ 24 മണിക്കൂറിനകം ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ ട്രംപിന്റെ സമീപനത്തോട് ഡീൽ ചെയ്യുക എന്ന ട്രംപിന്റെ സമീപനത്തെ അഗണ്യകൂടിയിൽ തള്ളിക്കൊണ്ട് റഷ്യൻ ദേശീയ താല്പര്യങ്ങളെ ശക്തമായി മുന്നോട്ട് വയ്ക്കുന്ന നിലപാടിൽ പുടിൻ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അതാണ് അവിടെയാണ് അതേ ഘട്ടത്തിൽ ഞാൻ ചോദിച്ചോളട്ടെ, അടുത്ത രണ്ടാം ഘട്ട ചർച്ച ഉടൻ ഉണ്ടാകുമെന്നുള്ളൊരു സൂചന ഇരു നേതാക്കളും പങ്കുവയ്ക്കുന്നുണ്ട്. ആ ചർച്ചയിൽ പ്രധാനമായും സെലൻസ്കിയെ പങ്കെടുപ്പിക്കണം എന്നുള്ളൊരു നീക്കം ട്രംപിന്റെ ഭാഗത്ത് നടത്തുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അതിനുള്ളൊരു സാധ്യത എത്രമാത്രം ഉണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ട്? അതിനുള്ളൊരു സാധ്യത ഉണ്ടോ അവിടെ?
അത്തരമൊരു സാധ്യത ഉണ്ടാകണമെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ ഇന്നത്തെ ദിവസത്തിൽ പുടിന്റെ നിലപാട് ഇക്കാര്യത്തിൽ വളരെ പ്രസക്തമാകും. കാരണം ഈ ട്രംപിനെ പോലെയല്ല. പുടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. പഴയ KGB രക്തം സിരകളിൽ ഓടുന്ന മനുഷ്യനാണ്. ശക്തമായ റഷ്യൻ ദേശീയത അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് എത്രമാത്രം സാധ്യമാണ് എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ സെലൻസ്കി കൂടി പങ്കെടുത്തുകൊണ്ട് തന്നെ വേണം ഈ പ്രശ്നം നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കാൻ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഈ ചർച്ചകളിൽ സെലൻസ്കി അടക്കം പങ്കെടുക്കുമ്പോൾ റഷ്യ പ്രതിസന്ധിയിലാവുന്നത് ഒരു കാരണവശാലും ഈ റഷ്യൻ വംശജർക്ക് മേൽക്കൈയുള്ള ആ മേഖലയിൽ അവർ നേടിയെടുത്തിട്ടുള്ള ടെറിട്ടോറിയൽ ഗെയിൻ, റഷ്യ പിടിച്ചെടുത്ത് കയ്യിൽ വെച്ചിട്ടുള്ള ഭൂപ്രദേശം ഒരിഞ്ച് വിട്ടുകൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് വിട്ടുകൊടുക്കാതെ ഒരു നയതന്ത്ര ചർച്ചയോ ഒരു കരാറോ അംഗീകരിക്കാൻ ഒരു രാഷ്ട്ര തലവൻ എന്ന നിലയ്ക്ക് വ്ളോദിമിർ സെലൻസ്കിക്കും കഴിയില്ല. ഇതൊരു ഫാക്റ്റാണ്. അതിപ്പോ 2014 അവർ ക്രീമിയ വീണ്ടും ഓക്കുപ്പൈ ചെയ്തു. അതിനുശേഷം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ ഭാഗമായി റഷ്യയോട് ചേർന്ന് കിടക്കുന്ന ഡോൺബാസ് മേഖലയിൽ ഏറെക്കുറെ 30% ഗ്രാമങ്ങൾ, പ്രദേശങ്ങൾ റഷ്യയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ആ പ്രദേശങ്ങൾ റഷ്യയുടെ ഭാഗമായി അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ഉക്രൈന്റെ അഖണ്ഡതയുടെ പ്രശ്നമാണ്. ഈ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാവാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ സെലൻസ്കിയുടെ അസാന്നിധ്യത്തിൽ ആയിരിക്കും വീണ്ടും ചർച്ച നടക്കുക. എന്തായാലും ട്രംപ് മോസ്കോ സന്ദർശിക്കാൻ തയ്യാറാകുന്നു. മോസ്കോ സന്ദർശിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇതെല്ലാം റഷ്യയെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ അവർക്ക് വലിയ നേട്ടമാണ്. അതോടൊപ്പം ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ റഷ്യ പടിപടിയായി യുദ്ധരംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിലുണ്ടായിരുന്ന കിതപ്പിൽ നിന്ന് അവർ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഉക്രൈന്റെ എല്ലാ മേഖലയിലേക്കും അക്രമം വ്യാപിപ്പിക്കുന്നുണ്ട്. ഈവ് നിരന്തരമായി അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അവരുടെ ടെറിട്ടോറിയൽ ഗെയിംസ് ഓരോ ദിവസവും 1-2 ഗ്രാമങ്ങൾ എന്ന നിലയിലാണെങ്കിൽ കൂടി പുതിയ പ്രദേശങ്ങൾ റഷ്യക്കാർ പിടിച്ചെടുക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ വരുന്ന പല പ്രദേശങ്ങളിൽ റഷ്യൻ ആർമി കൺസോൾട്ടഡ് ചെയ്യുകയാണ്. എന്നുവെച്ചാൽ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത വിധം ഫോർട്ടിഫൈ ചെയ്ത് പുതിയ പ്രദേശങ്ങൾ അവർ കീഴടക്കുന്നത്. അതുകൊണ്ട് ഈ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത് ഉക്രൈന്റെയും അതുപോലെ പാശ്ചാത്യ ശക്തികളുടെയും കൂടെ താല്പര്യമാണ്. അതല്ലെങ്കിൽ പൂർണ്ണമായും ആ രാജ്യത്തിന്റെ വലിയ പ്രദേശങ്ങൾ റഷ്യ കൺസോളിഡേറ്റ് ചെയ്ത് റഷ്യൻ ഫെഡറേഷന്റെ ഭാഗമാക്കും. അപ്പൊ അങ്ങനെ ഒരു യുദ്ധപരാജയം ഉക്രൈൻ ഉണ്ടാവുന്നത് അമേരിക്കയുടെ പരാജയമായും. കാരണം അത് ഈ നാറ്റോ സഖ്യവും അമേരിക്ക കൊടുത്ത പണവും ആയുധവും കൊണ്ടാണ് ഉക്രൈൻ ഇത്രയും കാലം യുദ്ധം ചെയ്തത്. മാത്രമല്ല, ഉക്രൈനെ പ്രകോപിപ്പിച്ച് നാറ്റോയിൽ അംഗമാകാനുള്ള സമീപനം റഷ്യയിൽ നിന്ന് പൂർണ്ണമായി വേർപെടുത്തി സഹസ്രാബ്ദങ്ങളായി വൈകാരികവും സാംസ്കാരികവും വംശീയമായിട്ട് മതപരമായിട്ടൊക്കെ ബന്ധമുള്ള രണ്ട് ജനതയാണ് ഈ യുക്രൈനും റഷ്യക്കാരും. പഴയ റഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം കീവായിരുന്നു നമ്മൾ ഓർക്കണം. അവിടെയാണ് ഈ ഗ്രാൻഡ് റൂൾ പോളിസി കൊണ്ടുവന്ന് ഉക്രൈനെ പൂർണ്ണമായി നാറ്റോയിൽ ചേർത്ത് പാശ്ചാത്യ സഖ്യത്തിന്റെ ഭാഗമാക്കാൻ അമേരിക്കൻ നേതൃത്വത്തിൽ നടത്തിയ ശ്രമമാണ് ഇന്നത്തെ സംഘത്തിന്റെ ഒരു മൂലകാരണം. കാരണം ഈ ഉക്രൈൻ റഷ്യയുടെ ഭാഗമാകുമ്പോൾ അതിർത്തിയിൽ നാറ്റോ സഖ്യം വരുവാണ്. ലോകത്തിൽ ഒരു വൻശക്തി രാഷ്ട്രത്തിനും അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇന്ത്യ അംഗീകരിച്ചിട്ടില്ലല്ലോ. ഈ ശ്രീലങ്കയിൽ ഇന്ത്യ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ ശ്രീലങ്കയിലേക്ക് അയക്കാൻ കാരണം എന്താ? കാരണം അവിടെ മറ്റൊരു വൻശക്തി രാഷ്ട്രത്തിന്റെ സൈന്യം വരുന്നത് ഇന്ത്യ താല്പര്യത്തിന് വിരുദ്ധമാണ് എന്നുള്ളതുകൊണ്ട്. പക്ഷേ ചൈനയോ അമേരിക്കയോ ഒരുപക്ഷെ ശ്രീലങ്കയുടെ അഭ്യർത്ഥന മാനിച്ച് പുലികളെ നിരായുധീകരിക്കാൻ സൈന്യത്തെ അയച്ചു കഴിഞ്ഞാൽ അത് ദീർഘകാലത്തേക്ക് ഇന്ത്യൻ താല്പര്യങ്ങൾ ഹനിക്കുമെന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളിൽ അമേരിക്കയും നാറ്റോ സഖ്യം എടുത്തിട്ടുള്ള എക്സ്പാൻഷനിസ്റ്റ് പോളിസി, വികസന നയം റഷ്യയുടെ യൂറോപ്യൻ സ്വാധീനത്തെ കുറയ്ക്കുവാനും റഷ്യയുടെ ചുറ്റും വർണ്ണ വിപ്ലവം നടത്തി അമേരിക്കൻ അനുകൂല പാശ്ചാത്യ അനുകൂല സർക്കാരുകളെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമാണ് ഇതിന്റെ മൂലകാരണം. അതുകൊണ്ടാണ് റഷ്യക്ക് വീണ്ടും വിശ്വരൂപം കാണിക്കേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഒരർത്ഥത്തിൽ അവസാനിപ്പിക്കേണ്ടത് നാറ്റോ സഖ്യത്തിന്റെയും അമേരിക്കയുടെയും അതുപോലെ കൂടി താല്പര്യമാണ്. അപ്പൊ ആ ഒരു റിയാലിറ്റിയിലേക്ക് വന്നു എന്നതാണ് ഇപ്പോൾ ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ഒരു ഫലം. നിർണായകമായ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ല എങ്കിലും ഒരു പീസ് പ്രോസസ്
സമാധാന പ്രക്രിയ ആരംഭിച്ചു. അതെ, നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത ചർച്ച അതിന് വഴി തെളിയിക്കട്ടെ. എന്തായാലും വളരെ നന്ദി ശ്രീ പി ജെ ബിൻസൺ ഞങ്ങളോട് പ്രതികരിച്ചതിന്. വീണ്ടും ഞാൻ എം ജി മിഥുനിലേക്ക് തന്നെ പോകുന്നു. മിഥുൻ, നമുക്കറിയാം യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി സംസാരിക്കാം എന്ന് പറയുന്നു, നാറ്റോ രാജ്യങ്ങളുമായി സംസാരിക്കാം എന്നൊക്കെ പറയുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പക്ഷേ അപ്പോൾ പോലും ഈ ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ പോലും പുടിനെ വിമർശിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല, പുടിനെതിരെ സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്, അല്ലേ? ഭവ്യ, തീർച്ചയായും അതിൽ നോക്കിക്കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമേരിക്കൻ പ്രസിഡന്റ് നടത്തുന്ന ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ എടുക്കുന്ന ചില നടപടികൾ അതൊക്കെ ഇതിൽ ചേർത്ത് വായിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം നേരത്തെ ഈ തീരുവ യുദ്ധവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ തീരുവ ഏർപ്പെടുത്തിയിരുന്നത് ചൈനയ്ക്കും മേലായിരുന്നു. പക്ഷേ അതിലൊരു അയവ് വരുത്തുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതായത് ഇന്ത്യയും ഒപ്പം തന്നെ ചൈനയും കൂടുതൽ അടുക്കാനൊരു സാഹചര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ ചൈന സന്ദർശനം നടത്താൻ പോകുന്ന ഒരു വേള കൂടിയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു ഇത്തരത്തിലൊരു നീക്കം അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്തു നിന്ന് വന്നത്. മറ്റൊന്ന്, ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ അല്ലെങ്കിൽ അതിൽ ഇടനില നിൽക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണ്. അതായത് വ്ളാഡിമിർ പുടിൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. 2022 ഒരു പക്ഷേ അന്ന് പ്രസിഡന്റ് സ്ഥാനത്ത് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നുവെങ്കിൽ ഒരു ഘട്ടത്തിൽ പോലും ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വലിയ സംഘർഷത്തിലേക്കോ കാര്യങ്ങൾ മാറില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. അതായത് അന്നേ ഈ നാറ്റോ രാജ്യങ്ങളിൽ അംഗത്വം ഏർപ്പെടാനുള്ള ആ ഒരു നീക്കം അതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അതിന് ചുക്കാൻ പിടിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി വ്ളാഡിമിർ പുടിൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതൊക്കെ ചേർത്ത് വായിക്കപ്പെടേണ്ടത് നിലവിലെ സാഹചര്യം തന്നെയാണ്. ലോക ഭൂപടത്തിൽ ഒരു പക്ഷേ മറ്റൊരു ചേരി ഉണ്ടാകാൻ ഒരു തരത്തിലും ആഗ്രഹിക്കുന്നില്ല അമേരിക്ക എന്നുള്ളത് തന്നെയാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കങ്ങളാണ് ഒരു തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. മറ്റൊന്ന്, നോബൽ സമ്മാനം അത് ലഭ്യമാകുക എന്നുള്ളത് അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ച് അത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഓരോ സംഘർഷത്തിലും താനാണ് മധ്യസ്ഥത നിന്നത്, താനാണ് അത് അവസാനിപ്പിക്കാൻ ഇടനിലക്കാരനായത് എന്നടക്കമുള്ള അവകാശവാദങ്ങൾ ട്രംപ് പല കുറി നടത്തുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ടും അതേ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇനിയുള്ളത് എന്ന് പറയുന്നത് നിലവിലെ ധാരണ പ്രകാരം, അതായത് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ 3 മണിക്കൂർ ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ അവയെല്ലാം തന്നെ നാറ്റോ രാജ്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക. യുക്രൈനെ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് യുക്രൈനെയാണ്. കാരണം ഇതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടത് ഇനി യുക്രൈനാണ് എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു സാധ്യതയും ഇല്ല എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അടുത്ത ചർച്ചയ്ക്ക് മോസ്കോയിലേക്ക് വരണമെന്നുള്ള ക്ഷണം പുടിൻ നടത്തുകയും ചെയ്യുന്നത്. ആ ചർച്ചയിൽ വ്ളാഡിമിർ സെലൻസ്കിയെ കൂടി പങ്കെടുപ്പിക്കുമ്പോൾ, മോസ്കോയിൽ നടക്കുന്ന ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ വ്ളാഡിമിർ സെലൻസ്കി കൂടി എത്തുമ്പോൾ ഒരുപക്ഷെ അതൊരു യുദ്ധത്തിന്റെ അവസാനത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു പച്ചക്കൊടിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു പ്രതീക്ഷയുടെ നാമ്പുണർത്തുന്ന ചർച്ചകൾക്ക് തന്നെയാണ് അലാസ്ക സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്, ചരിത്രമുറങ്ങുന്ന മണ്ണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എന്തായാലും ചരിത്രമുറങ്ങുന്ന മണ്ണിൽ ഒരു തുടക്കം കുറിച്ചു എന്ന് നമുക്ക് പറയാം. വീണ്ടും പ്രതീക്ഷകൾക്ക് പുൽനാമ്പിടുകയാണ്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. എം ജി മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് പുനഃസംഘടനയിൽ സമ്പൂർണ്ണ അനിശ്ചിതത്വം. ജില്ലകളിൽ നിന്ന് DCC നേതൃത്വം കൈമാറിയ ഭാരവാഹികളുടെ എണ്ണത്തിലെ ബാഹുല്യവും മുതിർന്ന നേതാക്കൾക്കിടയിൽ തുടരുന്ന തർക്കവുമാണ് അന്തിമ പട്ടിക തയ്യാറാക്കുന്നതിന് തടസ്സമായത്. ഇതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പുനഃസംഘടനാ നടപടികൾ പൂർത്തിയാക്കാനുള്ള ഹൈക്കമാൻഡ് ഇടപെടലും വെറുതെയായി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന നടപടികൾ അവസാനിച്ച കഴിഞ്ഞ 12-ന് ശേഷം പ്രഖ്യാപിക്കാനിരുന്ന KPCC പുനഃസംഘടനാ പട്ടികയാണ് നേതാക്കൾക്കിടയിലെ അവസാനിക്കാത്ത തർക്കങ്ങളെ തുടർന്ന് അനിശ്ചിതമായി നീളുന്നത്. ഗ്രൂപ്പ് താൽപര്യങ്ങളടക്കം സംരക്ഷിച്ചുകൊണ്ട് ജില്ലകളിൽ നിന്ന് കൈമാറിയ ഭാരവാഹികളുടെ എണ്ണം ഗണ്യമായി ഉയർന്നതോടെയാണ് ഈ പരിഗണനാ ലിസ്റ്റിൽ നിന്ന് പട്ടിക തയ്യാറാക്കുക നേതൃത്വത്തിന് മുമ്പിൽ വെല്ലുവിളിയായി മാറിയത്. ഭാരവാഹി പട്ടികയുടെ പേരിൽ KC വേണുഗോപാൽ, K സുധാകരൻ പക്ഷങ്ങൾ നേർക്കുനേർ എത്തിയതോടെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി. KPCC അധ്യക്ഷനായിരുന്നപ്പോൾ സുധാകരന്റെ അറ്റാച്ച്ഡ് സെക്രട്ടറിയായിരുന്ന K ജയന്ത് KC പക്ഷത്തേക്ക് മാറുകയും പുനഃസംഘടനയിൽ 11 KPCC വൈസ് പ്രസിഡന്റുമാരുടെ പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്തതോടെയാണ് സുധാകരൻ നിലപാട് കടുപ്പിച്ചത്. അധ്യക്ഷ സ്ഥാനമാറ്റവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളിൽ പരസ്യ പ്രതികരണം നടത്തി പാർട്ടിയെ വെട്ടിലാക്കിയ സുധാകരൻ പുനഃസംഘടനയുടെ പേരിലും സമാന നിലപാട് സ്വീകരിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന പാർട്ടിക്ക്
അത് തലവേദനയായി മാറുമെന്ന തിരിച്ചറിവിലാണ് ഹൈക്കമാൻഡ് നേതൃത്വം സമമായ ചർച്ചകൾ തുടരുന്നത്. അതേസമയം ജയന്തിനെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അനുനയ നീക്കവും താൻ അംഗീകരിക്കില്ലെന്ന നിലപാട് കെ സുധാകരൻ ദേശീയ നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരം. അതിനിടെ തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന തർക്കം പരിഹരിക്കാൻ താൽക്കാലിക അധ്യക്ഷനായ N ശക്തനെ തുടരാൻ അനുവദിക്കാനുള്ള നീക്കത്തിനെതിരെ അദ്ദേഹം തന്നെ രംഗത്തെത്തിയതോടെ നേതൃത്വം വീണ്ടും വെട്ടിലായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അവഗണിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് അധ്യക്ഷ സ്ഥാനത്ത് നിലനിർത്താനുള്ള ശ്രമം നടക്കുന്നതെന്ന് ശക്തൻ ഹൈക്കമാൻഡ് പ്രതിനിധിയെ അറിയിച്ചതോടെ അനുനയ സാധ്യതയും അകലെയായി. ഭാരവാഹികളുടെ എണ്ണം 100 കടന്നാലും അത്ഭുതപ്പെടാനില്ലെന്ന് സൂചന നൽകിയ ഒരു പ്രവർത്തക സമിതി അംഗം എന്നിട്ടും തർക്കങ്ങൾ തുടരുകയാണെങ്കിൽ തൽസ്ഥിതി തുടരുന്നതല്ലേ ഭേദമെന്നായിരുന്നു അനൌദ്യോഗികമായി നടത്തിയ പ്രതികരണം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഡാൻ കുര്യൻ തന്നെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നു. ഡാൻ, ഇവിടെ കോൺഗ്രസ് പുനഃസംഘടനയിൽ അനിശ്ചിതത്വം ഉണ്ടാകുന്നു. ഏറ്റവും പ്രധാനമായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പുനഃസംഘടന നടപടികൾ പൂർത്തിയാക്കാനുള്ള ഹൈക്കമാൻഡിന്റെ ഇടപെടലും ഇവിടെ വെറുതെയാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഡാൻ, ഏത് പ്രമുഖർ തമ്മിലുള്ള പ്രശ്നമാണ് ഇവിടെ പരിഹരിക്കാനാവാതെ പോയത്? അതായത് കഴിഞ്ഞ 12-ാം തീയതി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള അവസാന ദിവസമായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ പുനഃസംഘടനാ പട്ടിക പ്രഖ്യാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ 5-6 തീയതികളിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് പ്രവർത്തക സമിതി അംഗം കൂടിയായ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ ഡൽഹിയിലെത്തുകയും MP-മാർ ഉൾപ്പെടെയുള്ളവരുമായി ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ നടത്തുകയും അതിനുശേഷം ഉടൻ തന്നെ പ്രഖ്യാപനമെന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിച്ചേരുകയും ചെയ്തത്. പക്ഷേ അപ്പോഴും ജംബോ കമ്മിറ്റിയായിരിക്കും വരിക എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ നേരത്തെ തന്നെ പുറത്തു വരുന്നുണ്ടായിരുന്നു. അതിനിടയിൽ KC വേണുഗോപാൽ പക്ഷവും K സുധാകരൻ പക്ഷവും തമ്മിലുണ്ടായ ഒരു തർക്കമാണ് വലിയ തരത്തിൽ ഈ പുനഃസംഘടന അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുന്നതെന്ന് വേണം പറയാൻ. റിപ്പോർട്ടിൽ നമ്മൾ സൂചിപ്പിച്ച പോലെ KPCC അധ്യക്ഷനായിരുന്നപ്പോൾ K സുധാകരന്റെ അറ്റാച്ച്ഡ് സെക്രട്ടറി ആയിരുന്ന K ജയന്തിനെ KPCCയുടെ വൈസ് പ്രസിഡന്റ് ആക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് KC വേണുഗോപാൽ പക്ഷം എത്തിയതോടെയാണ്, അല്ലെങ്കിൽ KC വേണുഗോപാൽ അതുമായി ബന്ധപ്പെട്ട നീക്കം നടത്തിയതോടെയാണ് സുധാകരൻ ഇടഞ്ഞത്. തനിക്കൊപ്പം നിന്നിരുന്ന വിശ്വസ്തൻ പിന്നീട് KC വേണുഗോപാലിനൊപ്പം പോവുകയും അതിന്റെ പേരിൽ അങ്ങനെ കൂറുമാറിയതിന്റെ പേരിൽ KPCC വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്താൻ ശ്രമം നടത്തുകയും ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലായിരുന്നു സുധാകരൻ. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ നൽകിയ ഒരു വാർത്തയ്ക്ക് പിന്നാലെ ജയന്ത് K സുധാകരനെ വീട്ടിലെത്തിക്കണ്ട് സംസാരിക്കാൻ നീക്കം നടത്തിയിരുന്നു. പക്ഷേ അപ്പോഴും സുധാകരൻ അനുനയ നീക്കത്തിന് വഴങ്ങിയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ജയന്തിനെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പുനഃസംഘടനാ നടപടിയുമായി മുമ്പോട്ട് പോയാൽ അതിൽ കൃത്യമായ അമർഷം പരസ്യമായി തന്നെ രേഖപ്പെടുത്തും എന്ന നിലപാടിലാണ് സുധാകരൻ. അതാണ് നിലവിൽ ഈ തർക്കങ്ങൾ ഒരു പരിധിവരെ പരിഹരിച്ചിരുന്ന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വീണ്ടും രൂക്ഷമാക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അതിനു പുറമെയാണ് പാലോട് രവിയുമായി ബന്ധപ്പെട്ട വിവാദ ഫോൺ സംഭാഷണം ഉണ്ടായതിനു പിന്നാലെ അദ്ദേഹത്തിന് പകരക്കാരനായി DCCയുടെ താൽക്കാലിക ചുമതല നൽകിയ N ശക്തൻ അദ്ദേഹം തന്നെ ഈ അധ്യക്ഷ സ്ഥാനത്ത് നിലനിർത്താനുള്ള നീക്കമുണ്ടായാൽ താൻ രാജിവെക്കുമെന്ന് പരസ്യ നിലപാടെടുക്കുകയും ഹൈക്കമാൻഡ് പ്രതിനിധിയെ തന്നെ അക്കാര്യം അറിയിക്കുകയും ചെയ്തത്. അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരു സുരക്ഷിത മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന താൽപര്യത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് DCC അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്ന ഒരു സാഹചര്യമുണ്ടായാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നത് മോഹം മാത്രമായി മാറും എന്ന ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുമെന്ന മുന്നറിയിപ്പ് നേതൃത്വത്തിൽ നൽകിയത്. ഇതോടെ തിരുവനന്തപുരത്തേക്ക് DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് N ശക്തന് പകരക്കാരനായി ആരെ കണ്ടെത്തും എന്നത് നേതൃത്വത്തിന് മുമ്പിൽ ഒരു കീറാമുട്ടിയായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനിടയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിലേക്ക് പാർട്ടി കടക്കേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് K സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ സണ്ണി ജോസഫ് ചുമതല ഏറ്റെടുത്ത്. അദ്ദേഹം ജില്ലാ തലങ്ങളിൽ പ്രചാരണം നയിച്ച് നേതാക്കളുമായി നേരിട്ട് ഇടപെടുകയും സംഘടനയെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നതിനിടയിലാണ് പുനഃസംഘടന ഒരു വലിയ കീറാമുട്ടിയായി നേതൃത്വത്തിന് മുമ്പിൽ വരുന്നത്. അതിനിടയിലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം നീങ്ങുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇനി പുനഃസംഘടന നടത്തിയാൽ അതിന്റെ പേരിൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറികൾ ഒരുപക്ഷെ പാർട്ടിക്ക് താങ്ങാവുന്ന സ്ഥിതിക്ക് അപ്പുറത്തായിരിക്കും. അതുകൊണ്ട്
പെട്ടെന്ന് പുനഃസംഘടന പൂർത്തിയാക്കുക എന്ന് പറയുന്നത് നേതൃത്വത്തിന് മുമ്പിൽ വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് സമ്പൂർണ്ണമായി അനിശ്ചിതത്വത്തിലാകുന്ന ഒരു സ്ഥിതിയിലേക്ക് നിലവിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇനി ഈ തർക്കങ്ങൾ മുതിർന്ന നേതാക്കൾക്കിടയിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ പുനഃസംഘടനാ നടപടികളുമായി മുമ്പോട്ട് പോകാൻ കഴിയൂ ഹൈക്കമാൻഡ് നേതൃത്വത്തിന് എന്നതാണ് നിലവിലെ സ്ഥിതി. അതാണ് എന്തായാലും നേതാക്കൾ തമ്മിലുള്ള കൊമ്പ് കോർക്കലിൽ പുനഃസംഘടന പാളി എന്ന് വ്യക്തം. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പെട്ടെന്ന് നമുക്ക് മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് എത്തേണ്ടതുള്ളതിന് മുൻപ് ചെറിയൊരു ഇടവേള. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജി വിചാരണ കോടതി ഇന്ന് പരിഗണിക്കും. കുറ്റപത്രത്തിലെ 13 പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. ശരിയായ തെളിവുകൾ ശേഖരിച്ചില്ലെന്നും പ്രശാന്തനിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന വ്യാജ കേസ് ഉണ്ടാക്കാനുമായിരുന്നു ശ്രമമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഇതിൽ ശരിയായ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. അന്വേഷണ പുരോഗതി പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയെ അറിയിക്കും. സർക്കാർ ഗവർണർ പോര് കൂടുതൽ രൂക്ഷമാക്കി ഗവർണറുടെ വിരുന്ന് ബഹിഷ്കരിച്ച മുഖ്യമന്ത്രിയും മന്ത്രിമാരും. സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ ബാക്കിപത്രമായിരുന്നു ബഹിഷ്കരണം. ഡിജിറ്റൽ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റികളിൽ സ്ഥിരം BC നിയമനത്തെ ചൊല്ലിയുള്ള തർക്കം സുപ്രീം കോടതിയിലാണ്. സമവായത്തിന് ഇരുപക്ഷവും തയ്യാറാകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടും ഒരിഞ്ച് പോലും പിന്മാറാൻ സർക്കാരോ ഗവർണറോ തയ്യാറായിട്ടില്ല. BC നിയമന കേസ് തിങ്കളാഴ്ച കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. കൊല്ലം തട്ടാമല ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട് ലോറി മറ്റൊരു ലോറിയിൽ ഇടിച്ച് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. എറണാകുളം കുമ്പളങ്ങി സ്വദേശി മാക്സൺ ജോസഫാണ് മരിച്ചത്. ഒരാൾക്ക് പരിക്കുണ്ട്. പാഴ്സൽ ലോറിയും ഗ്യാസ് കയറ്റി വന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. പുലർച്ചെ 5:30 ദേശീയപാതയിൽ തട്ടാമല സ്കൂളിനടുത്തായിരുന്നു ഈ അപകടം. പാഴ്സൽ ലോറിയിൽ കുടുങ്ങിപ്പോയ ഡ്രൈവറെ ഫയർഫോഴ്സ് സംഘമെത്തി വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. കഴക്കൂട്ടത്തെ പ്ലാന്റിൽ നിന്നും ആലപ്പുഴയിലേക്ക് സിലിണ്ടർ കയറ്റി പോവുകയായിരുന്ന ലോറിയിൽ എതിർദിശയിൽ വന്ന പാഴ്സൽ വാൻ ഇടിച്ചു കയറുകയായിരുന്നു. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. വരും ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യത. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് തൃശൂരിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. താമരശ്ശേരിയിലെ 4ാം ക്ലാസ്സുകാരിയുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമെന്ന് സ്ഥിരീകരിച്ചതോടെ ജാഗ്രതയിൽ ആരോഗ്യവകുപ്പ്. കുട്ടിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ 4 പേർ പനി ബാധിച്ച് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. വീടിന് സമീപമുള്ള കുളത്തിൽ കുട്ടി കുളിച്ചിരുന്നുവെന്നാണ് വിവരം. വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കും. ബുധനാഴ്ചയാണ് കുട്ടിക്ക് പനി ലക്ഷണങ്ങൾ ഉണ്ടായത്. അടുത്ത ദിവസം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും ആരോഗ്യനില വഷളാവുകയായിരുന്നു. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോഴിക്കോട് വടകരയിൽ വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ചു. തോടന്നൂർ സ്വദേശി ഉഷ ആശാരിക്കണ്ടിയാണ് മരിച്ചത്. വീട്ടുമുറ്റം വൃത്തിയാക്കുന്നതിനിടെ പൊട്ടി വീണ വൈദ്യുതി കമ്പിയിൽ തട്ടിയായിരുന്നു അപകടം. ജമ്മു കശ്മീരിലെ കിഷ്ത്വാറിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 65ആയി. കാണാതായ 200ഓളം പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. അപകടത്തിൽപ്പെട്ട ഭൂരിഭാഗവും ക്ഷേത്രത്തിലേക്ക് എത്തിയ തീർത്ഥാടകരാണ്. 150ഓളം പേർക്ക് പ്രളയത്തിൽ പരിക്കേറ്റിരുന്നു. 200-ലേറെ പേരെ പ്രദേശത്തു നിന്നും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. സൈന്യത്തിന്റെയും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളുടെയും നേതൃത്വത്തിൽ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കേന്ദ്രമന്ത്രി ജിതേന്ദർ സിംഗ് ഇന്ന് കിഷ്ത്വാർ സന്ദർശിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കടക്കുന്നു. ചേർത്തല ബിന്ദു പത്മനാഭൻ തിരോധാനത്തിൽ നിർണായക വെളിപ്പെടുത്തൽ. തിരോധാനത്തിന് ശേഷം കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ബിന്ദുവിന്റെ ഭൂമി സ്വന്തമാക്കിയ സതീശന്റേതാണ് വെളിപ്പെടുത്തൽ. 2005 മെയ്ക്ക് ശേഷം ബിന്ദു ജീവനോടെ ഇല്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ 2006 ഭൂമി വിൽക്കാൻ സെബാസ്റ്റ്യനൊപ്പം ബിന്ദു എത്തിയതായി സതീശൻ ന്യൂസ് 18നോട് പറഞ്ഞു. താനുമായി ഭൂമി ഇടപാട് നടന്ന ദിവസം സെബാസ്റ്റ്യനും ബിന്ദുവും താമസിച്ചത് ഒരുമിച്ചാണ്. അത് രാമകൃഷ്ണന്റെ പേര് മേടിച്ചു. അങ്ങനെ അനിയനുണ്ടല്ലോ, ആ പുള്ളിയുടെ പേര് മേടിച്ചു. അതിനെ തന്നെ അറിയുമോ? ആ സതീശന്റെ കേസ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കറിയാം, തീർച്ചയായിട്ടും പറഞ്ഞു. ആ ഞാൻ മനഃപൂർവ്വം കൊടുത്തു. ലാഭം കിട്ടിയ ലാഭം കിട്ടിയാണ് ചെറുതായിട്ട്. പക്ഷെ കൂടുതൽ എന്റെ സ്ഥലമല്ലത്. അപ്പൊ പള്ളിപ്പുറത്ത് ഞാൻ കാണിക്കണമെങ്കിൽ അവിടെ കാണിക്കാറില്ല. ബന്ധു ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. പിന്നെ അവിടെ വന്നേശം പിന്നെ എനിക്ക് മുന്നേറെ പോരാനൊക്കെ അല്ല ഇപ്പൊ അവിടെ. അതുപോലെ ആ ബസ്സിൻ്റെ പ്രോബ്ലം ഉണ്ട്. റോട്ടിൽ നിന്ന് കുറച്ച് വീഴുന്നു, വാലുപോലെ അങ്ങോട്ട് കിടക്കുന്നത്. 3 സെൻറ്റോളം അങ്ങനെ വേസ്റ്റ് പോയി. പിന്നെ ഒരു ചതുപ്പ് പോലെയാണ് സ്ഥലം, ഡ്രൈ ലാൻഡാണ്.
പക്ഷെ കിടക്കണ കണ്ടായിരുന്നു മേടിക്ക്. അതിന്റെ ഫ്രണ്ടിൽ തന്നെ അമ്പലത്തിന്റെ അവിടുന്ന് വടക്കോട്ട് വന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ടാർ റോഡാണ് അവിടെ. ഇപ്പൊ ആ സ്വത്ത് നിങ്ങളുടെ പേരിലില്ല. ഇല്ല, അത് രാമകൃഷ്ണ അനിയനാണ്. ആ രണ്ടുപേരും ഓരോ തന്നെ. വസ്തു എഴുതി നൽകാതായതോടെ കേസ് കൊടുത്തെന്നും ഒരിക്കൽ പോലും ബിന്ദു ഹാജരാകാത്തതിനാൽ തുക കെട്ടിവെച്ച് വസ്തു സ്വന്തമാക്കിയെന്നും സതീശൻ പറഞ്ഞു. 6 മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ കേസ് കൊടുത്തു. പിന്നെ അതിന്റെ വീട് 4 വർഷം കഴിഞ്ഞ് വന്നു. ഇതൊക്കെ ഒറ്റ പ്രാവശ്യം പറഞ്ഞു. പ്രോപ്പർട്ടി കാണാൻ വന്നപ്പോഴും ബിന്ദു ഇല്ല അല്ലേ? ബിന്ദു വീട്ടിലിരുന്നു, സെബാസ്റ്റിന്റെ വീട്ടിലിരുന്നു. ഞങ്ങൾ പോയി കണ്ട്. അന്നാ ഇതുപോലെ രജിസ്ട്രേഷൻ ഇല്ലല്ലോ. അന്നല്ല ബിന്ദു വീട്ടിലുണ്ടെന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞതാണോ അതോ ചേട്ടൻ കണ്ടു? എന്റെ അടുത്ത് വന്നിട്ടല്ലേ അങ്ങോട്ട് പോയത്. സെബാസ്റ്റിന്റെ വീട്ടിലിരിക്കുമ്പോൾ സെബാസ്റ്റിന്റെ ഭാര്യ ഉണ്ടോ? അന്ന് താമസം കല്യാണം കഴിച്ചിട്ടില്ല. എന്നാ ബിന്ദു താമസിക്കാറുണ്ടോ സെബാസ്റ്റിന്റെ വീട്ടിൽ? എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. താമസിക്കാറുണ്ടെന്നല്ലേ? ഉണ്ടായിരുന്നാ പറഞ്ഞു കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല. നമ്മളെ കാണാത്തതിനും പറയുന്നത്. അന്നെന്തായാലും കണ്ടല്ലോ ബിന്ദു പ്രോപ്പർട്ടി വൈകുന്നേരം വന്നത്. അന്നേരം രാത്രി അവിടെ താമസിച്ചത്. അന്ന് അവിടെ താമസിച്ചു. ആ അന്നേരം പിറ്റേ ദിവസം രാവിലെ സെബാസ്റ്റ്യൻ കാറുമായിട്ട് വന്നിട്ട് തന്നെയാണ് നമ്മൾ അമ്പലപ്പുഴ പോകണം. അന്ന് രാത്രി സെബാസ്റ്റിന്റെ വീട്ടിൽ താമസിച്ചു ബിന്ദു. ആ നിങ്ങൾ പ്രോപ്പർട്ടി കാണാൻ പോകുന്നതിന് തലേന്ന് ഇന്ന് വൈകുന്നേരം വന്നു. രാത്രി വേറെ ഇറക്കില്ല. പിറ്റേ ദിവസം വെളുപ്പിനെ പോയി വന്നു. അഗ്രിമെന്റ് എഴുതി വെച്ചു. ഒന്ന് തന്നെ കാശ് കൊടുത്തു. ഓ ശരി. ഒരു തവണ ചേട്ടന് പ്രോപ്പർട്ടി എഴുതാൻ വന്നപ്പോ കണ്ടു. തലേ ദിവസം പിറ്റേ ദിവസം എഗ്രിമെന്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ കണ്ടു. അല്ല വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ആധാരവും കാര്യങ്ങളായിട്ട് വന്നപ്പോ ഒരു പ്രാവശ്യം കണ്ടു അല്ലേ? അന്ന് ലോഡ്ജിന്റെ അവിടെ വന്ന റോട്ടിൽ നിന്നു. പിന്നെ ഈ എഗ്രിമെന്റ് എഴുതി അവരുടെ വീട്ടിൽ കൊണ്ട് അവിടെ കൊണ്ട് സൈൻ ചെയ്യിച്ചു. കാശ് പ്രോപ്പർട്ടി കാണാൻ പോയിട്ട് വന്നു. അപ്പൊ ഈ എഗ്രിമെന്റ് ഈ പ്രോപ്പർട്ടി വിൽക്കാണ്ടെന്ന് പറഞ്ഞ വരുന്നതിന് തലേ ദിവസം സെബാസ്റ്റിന്റെ വീട്ടിൽ സ്റ്റേ ആണ് ബിന്ദു. ആയിരിക്കും. എന്താ വെച്ചാൽ ഞാൻ വൈകുന്നേരം കണ്ട് രാവിലെ കണ്ടപ്പോ അവിടെ ആയിരിക്കുമല്ലോ. രാവിലെ ചേട്ടൻ കണ്ടു അല്ലേ? വൈകുന്നേരം ലോഡ്ജിൽ നിന്ന് അങ്ങോട്ടാ പോയത്. പിറ്റേ ദിവസം രാവിലെ ഒപ്പിടിച്ചപ്പോഴും ബിന്ദു അവിടെ ഉണ്ട്. അപ്പൊ അതിനിടക്ക് ബിന്ദു ഉണ്ടാകുന്ന എനിക്കറിയാൻ എനിക്ക് എഗ്രിമെന്റ് ഡേറ്റ് എന്ന് പറഞ്ഞേ. അയ്യോ അതൊന്നും ഇപ്പൊ ഇത്ര വർഷം ആധാരത്തിൽ കാണുമല്ലോ. അത് ആധാരം ആരുടെ കയ്യിൽ ഇരിക്കണം. നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ആധാരം ഇല്ലേ നിങ്ങളുടെ? അതൊക്കെ കോടതി സബ്മിറ്റ് ചെയ്തില്ലേ? അതിന് പിന്നെ കിട്ടിയില്ലേ? ഇല്ല. ഇപ്പൊ കേസ് ഉണ്ടായിരുന്നത് അത് ഞാൻ വിൽക്കുകയും ചെയ്തു. സ്ഥലം വിറ്റോ? പിന്നെ ഇല്ലേ. ആർക്ക് വിറ്റു? വക്കീലിന് തന്നെ വിറ്റു. കേസ് നടത്തി വക്കീലിനെ വിറ്റു. എനിക്കറിയാം ഇതിന്റെ പുറകെ ഇങ്ങനെയുള്ള ചോദ്യം വരില്ലേ. കഴിഞ്ഞ ദിവസം സതീശനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയത്ത് നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കേസിൽ സതീശൻ എന്ന വ്യക്തിയെ കണ്ടിരുന്നു. അദ്ദേഹത്തിന് ചില സ്ഥലമിടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദാംശങ്ങൾ തേടാനാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ സഹോദരനുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളും സെബാസ്റ്റ്യനിൽ നിന്നുമായി ബന്ധപ്പെട്ട് അറിയാനുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്തായാലും സതീശൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് കോട്ടയത്ത് നിന്നുള്ള അന്വേഷണ സംഘം താങ്കളെ തേടിയെത്തിയത്? എൻ്റെ കോട്ടയത്ത് നിന്നുള്ള ഒരു ക്രൈംബ്രാഞ്ച് ഓഫീസേഴ്സ് വന്നത് പിന്നെ എൻ്റെ സഹോദരൻ ജയദേവൻ സെബാസ്റ്റ്യനുമായിട്ടുള്ള ബന്ധം വല്ലതും അറിയാവോ, അവർ തമ്മിൽ ഫൈനാൻഷ്യൽ ഇടപാടുണ്ടോ, അത് മാത്രമാണ് അവർ എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അത് പിന്നെ ചാനലുകാർ ഇവർ വന്നെന്നും സതീശൻ വസ്തു ഇടപാടുണ്ടെന്നും അത് ഇവരവിടെ നിന്ന് ഊഹിച്ചെടുത്തെന്ന് എനിക്കറിയില്ല. ഈ സെബാസ്റ്റ്യനെ അറിയാമോ സതീശൻ? ഞാൻ ഒന്നിച്ച് പഠിച്ചതാണ്, ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ അതൊരു വീട് ദൂരം നല്ല അടുത്തല്ലേ. പക്ഷേ ബിന്ദു പത്മനാഭന്റെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങിയിട്ടുണ്ടല്ലോ, അത് ഞാൻ കോടതി വഴി നടത്തിയെടുത്തത്. അതെങ്ങനെയായിരുന്നു ആ കച്ചവടത്തിൽ? അത് അവർ വന്ന് പിന്നെ എൻ്റെ അടുത്ത് നേരിട്ട് ബിന്ദു സെബാസ്റ്റ്യൻ കൊണ്ടുവന്നു. അപ്പോൾ അവരുടെ ഇത് വെച്ചിട്ട് പൈസ വേണമെന്ന് പറഞ്ഞു. പിന്നെ എഗ്രിമെൻ്റ് എഴുതിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം തരാനൊക്കെ ഇല്ല, വസ്തു കാണണം, വസ്തുവിൻ്റെ ഡോക്യുമെൻ്റ് അവരന്നേരം എൻ്റെ കയ്യിൽ എടുത്ത് തന്നു. പിറ്റേ ദിവസം പോയി ഇത് കണ്ടു, എഗ്രിമെൻ്റ് എഴുതി. 6 മാസമായിട്ട് ഇവർ വരുന്നില്ല പ്രമാണം നടത്താൻ. അന്ന് എത്ര രൂപ അഡ്വാൻസ് വാങ്ങി? അന്ന് 1.5 ലക്ഷം രൂപ. അത് കഴിഞ്ഞ് ബാക്കി കോടതി കെട്ടിവെച്ച് നടത്തിയെടുത്തു. ഈ സെബാസ്റ്റ്യനോട് ചോദിച്ചില്ലേ ബിന്ദു എവിടെയെന്ന്? കാരണം നിങ്ങളുടെ ഇന്ന് പൈസ വാങ്ങിയിട്ടാണ്. അതിൽ സെബാസ്റ്റ്യനെ ഫോഴ്സ് ചെയ്തത് കൊണ്ടാണ് ഈ ബിന്ദു എന്നെ വിളിക്കാൻ കാര്യം. ഞാൻ പറഞ്ഞു ഇതിനെ കൊണ്ടുവന്നത് നീയല്ലേ, അപ്പം അതൊന്നാലാണ് വിളിച്ചത്. എന്തെങ്കിലും ദുരൂഹത തോന്നിയിരുന്നോ ബിന്ദു പിന്നെ കാണാതായതൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ദുരൂഹത തോന്നിയിരുന്നോ? എനിക്ക് ഇതിപ്പോൾ ഞാൻ ചാനലിലേക്ക് കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ ഈ സ്ഥലം നടത്തിയെടുത്തത് ബിന്ദുവിൻ്റെ സ്ഥലമല്ലേ സെബാസ്റ്റ്യൻ നടത്തിയെടുത്തത്. അപ്പോൾ അതിനകത്ത് ദുരൂഹത ഇല്ലാതില്ല. ബിന്ദുവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? നിങ്ങളോട് 2006 വരെ 6-ലാണ് ഇത് എഗ്രിമെന്റ് വെക്കണത്, 2007-ലാണ് ഞാൻ കേസ് കൊടുക്കുന്നത്.
ആണ്. 2006 അന്ന് വരുമ്പോ ഇവര് ഈ നാട്ടിലുണ്ടോ ചേട്ടാ? അത് ഏത് ഈ ബിന്ദു നാട്ടിലുണ്ടോ? അതൊന്നും എനിക്ക് ഇവിടെ വന്നു എൻ്റെ ലോഡ്ജിൻ്റെ അടുത്ത് വന്നു. നിങ്ങൾ സ്ഥലമൊക്കെ പോയി കണ്ടില്ലേ? ആ കണ്ടു. അന്ന് ബിന്ദു ഉണ്ടോ കൂടെ? അല്ല. ഈ ഈ ഇങ്ങനെ ഒരു തട്ടിപ്പ്, അതായത് നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങാനായി പണം വാങ്ങി, പണം അഡ്വാൻസ് ചെയ്തു, അതിനുശേഷം അവർ വന്നിട്ടേ ഇല്ല. അപ്പൊ സെബാസ്റ്റ്യൻ നിങ്ങളെ ഒരു തട്ടിപ്പിന് ഇരയാക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് തോന്നിയത് ഇവർ സെബാസ്റ്റ്യനുമായിട്ട് ബന്ധം ഇല്ലാണ്ടായി അവർ മുങ്ങിക്കളഞ്ഞെന്ന് എനിക്ക് തോന്നണേ. പിന്നീട് എന്തുകൊണ്ടായിരിക്കും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്? അല്ല ബിന്ദുവിന് അല്ലെങ്കിൽ പിന്നെ അവരെപ്പോഴെങ്കിലും വരണ്ടേ. പക്ഷേ ഈ വസ്തുവിൻ്റെ പൈസ കോടതി കെട്ടിവെച്ചത് ഇവർ കൈപ്പറ്റിയിട്ടുണ്ട്. ബിന്ദു കൈപ്പറ്റിയിട്ടുണ്ട്. അത് വക്കീല പറഞ്ഞു. ഏത് വക്കീലാണ് അറിയിച്ചത്? അത് നമ്മുടെ ഹരിഹര പുത്രൻ. ആ. അത് ഞാൻ ചോദിച്ചായിരുന്നു. അത് കഴിഞ്ഞിങ്ങനെ അതപ്പോ ഏത് വർഷമാണ് കേസ് നടക്കുന്നത്? കേസ് നടക്കുന്നത് ഞാൻ കേസ് കൊടുത്തത് ഞാൻ പറഞ്ഞില്ലേ, OS 51 2007. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബിന്ദു ആ പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ആ വക്കീൽ പറഞ്ഞു. എന്താ ഈ ബാക്കി പണം നമ്മൾ കോടതി കെട്ടിവെക്കണേ എന്ന് കാണിച്ചിട്ട്. രജിസ്ട്രേഷന്റെ ബാക്കി തുക. അത് കെട്ടിവെച്ചിട്ട് ആണ് എനിക്ക് എൻ്റെ പേരിൽ തന്നത്. അത് ഞാൻ അന്നേരം വിൽക്കുകയും ചെയ്തു. ഈ ക്രൈംബ്രാഞ്ച് സംഘം ചോദിക്കുന്നത് സഹോദരൻ അമ്പലം ട്രസ്റ്റുമായി ബന്ധപ്പെട്ട എന്തോ കാര്യങ്ങൾ അന്വേഷിച്ചു. അത് മാത്രമാണ്. എന്താണത്? അത് എനിക്കറിയില്ല. പുള്ളി അമ്പലത്തിൻ്റെ ട്രഷററായിരുന്നു. പുള്ളി ആത്മഹത്യ ചെയ്തു. ഇപ്പോൾ സെബാസ്റ്റ്യൻ്റെ പൈസ മേടിച്ചിട്ടുണ്ട്. അതൊന്നും എനിക്കറിയാവുന്ന കാര്യമല്ല, എൻ്റെ അറിവിലും അല്ല. നിങ്ങൾ തമ്മിലൊരു ഈ പറഞ്ഞ ഇവര് സെബാസ്റ്റ്യനും ഒപ്പം തന്നെ ഈ ജയചന്ദ്രനും തമ്മിൽ, താങ്കളുടെ സഹോദരൻ തമ്മിൽ നിങ്ങളുടെ ലോഡ്ജിന്റെ മുന്നിൽ ഒരു തർക്കം നടന്നിരുന്നല്ലോ? ഒരു തർക്കം ഞാൻ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടില്ല? ഇല്ല, എൻ്റെ അറിവില്ല. അതിൽ വഴക്കുണ്ടായിട്ടുണ്ടെന്നുള്ളത് പറയുന്നുണ്ട്. ആര് പറഞ്ഞു? അങ്ങനെ സംഭവം ഇല്ല എന്നാണ് ചേട്ടൻ. എൻ്റെ അറിവിൽ ഈ സമയം വരെ ഇല്ല. നിങ്ങൾ പറയുമ്പോൾ അറിയുന്നു. FCI റിട്ടയർഡായ ഉദ്യോഗസ്ഥനല്ലായിരുന്നോ സഹോദരൻ? സർവീസിൽ തന്നെയായിരുന്നു. സർവീസിൽ ഇരിക്കുമ്പോഴാണ് മരിക്കുന്നത്? എന്താണ് നിങ്ങൾ ആരും അന്വേഷിച്ചില്ലേ? ദുരൂഹത കത്തോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല? ഒന്നും കിട്ടിയില്ല. പക്ഷേ ഈ പണം ഒത്തിരി ഇവർ അമ്പലത്തിൻ്റെ ഇങ്ങനെ പ്രോപ്പർ രേഖയില്ലാതെ കൊടുത്തിരിക്കുമായിരുന്നു. അമ്പലത്തിനായി കൊടുക്കുന്നുണ്ടായിരുന്നു? അമ്പലത്തിനല്ല, അമ്പലം കളക്ട് ചെയ്ത് വെച്ച് മറ്റുള്ളവർക്ക് പലിശ കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ പുള്ളി അതിനകത്ത് ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് പറയാനൊക്കെ ഇല്ല. പുള്ളി ട്രഷററാണ്, സെക്രട്ടറിയല്ലേ കൊടുക്കേണ്ടത്. സെക്രട്ടറി ഇതിന് വരുന്നില്ലായിരുന്നു. പിന്നെ രേഖകളെല്ലാം എൻ്റെ വീട്ടിലെല്ലാം താമസിക്കുന്നത്, കൊടുക്കുന്നവരുടെ രേഖയൊക്കെ അവിടെ വെച്ചിട്ടുണ്ടോ. മരിച്ച കഴിഞ്ഞ ശേഷം ഞാൻ ഈ രേഖകളൊന്നും കൂട്ടിച്ചേർക്കാൻ പാടാത്ത രീതിയിൽ എഴുതിയ രേഖകളാണ്. പക്ഷെ മരണത്തില് ദുരൂഹത ഉണ്ടെന്ന് പറയുന്നല്ലോ. കൈകൾ കെട്ടിയിട്ട നിലയിലായിരുന്നു എന്നൊക്കെ. ആര് പറഞ്ഞു? ട്രെയിൻ വട്ടം ചാടിയാളുടെ കൈ അവിടെ കെട്ടിയിട്ട് ആര് കണ്ടു? വട്ടം ചാടുമായിരുന്നു. ആയിരിക്കും. റെയിൽവേ ട്രാക്കിലാണ് കടന്നു വെച്ച പോയി. ആളുകൾ അവരവൻ്റെ തോന്നിയവാസം എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞതല്ലേ, കഥകൾ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇല്ലേ, തീർച്ചയായിട്ടും. ഈ സെബാസ്റ്റ്യൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സെബാസ്റ്റ്യനെ കണ്ടത് എപ്പോഴാണ്? ഞാൻ ഈ പുള്ളി മരിക്കണതിനൊക്കെ മുമ്പ് ഒരു ദിവസം കണ്ടത്. സഹോദരൻ മരിച്ച ശേഷം സെബാസ്റ്റ്യനെ കണ്ടിട്ടില്ല? കണ്ട് ഇന്നാളെ ഞാൻ വർത്തമാനം പറഞ്ഞില്ല. വോട്ട് ചെയ്ത വെച്ച് സെബാസ്റ്റ്യൻ കോളേജിൽ നിന്ന് ഇറങ്ങണം, ഞാൻ വോട്ട് ചെയ്യാൻ അടുത്തേക്ക് കാറിൽ പോകണതാണ്. അന്ന് നിങ്ങൾ തമ്മിൽ ഒരു അസ്വാരസ്യമോ ഒരു അകൽച്ചയോ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. എന്തുകൊണ്ടാണ് പിന്നെ സെബാസ്റ്റ്യൻ ഒഴിവാക്കിയത്? സെബാസ്റ്റ്യൻ ഒരു നിരന്തര സഹോദരനായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു, നിങ്ങളുമായിട്ട് സൗഹൃദമൊക്കെ ഉണ്ടായിരുന്ന ഒരാളല്ലേ? സൗഹൃദമുള്ള പരിചയമുണ്ട്. ഞാൻ ഒഴിവാക്കിയിട്ടൊന്നും ഇല്ലല്ലോ. അവൻ പിന്നെ ഇങ്ങനെ കേസിലൊക്കെ വന്നപ്പോൾ പിന്നെ നമ്മൾ തീർത്ത് ഒഴിവാക്കി. ഈ പ്രോപ്പർട്ടി നമ്മൾ ഇങ്ങനെ എഴുതി തന്നു, അഡ്വാൻസ് തന്നിട്ട് പോയി, അതിനുശേഷം ഇത് രജിസ്ട്രേഷൻ നടക്കാത്ത സാഹചര്യം ഉണ്ടായി. അന്ന് നിങ്ങൾ സെബാസ്റ്റ്യനോട് പറയുമ്പോൾ സെബാസ്റ്റ്യൻ എന്താണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അല്ല, ഞാൻ പറഞ്ഞു ഇവരെ പറ്റിയുള്ള വേറെ ബിസിനസ് എനിക്ക് വേണം. അപ്പോൾ പറഞ്ഞു എണ്ണക്കാട്ടിൽ ഇവരുടെ സ്വന്തക്കാരുണ്ട്, ഇവനോട് വണ്ടി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ എണ്ണക്കാട്ടിൽ പോയി. അവർ പറഞ്ഞു ഇങ്ങോട്ട് വരാറില്ല, അവർക്ക് ഇവരെ പറ്റി ഒന്നും അറിയാനും പാടില്ല. ഇപ്പോൾ അത് ഇവരുടെ അമ്മാവനാണ്. സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടോ? പിന്നെ പോയിട്ടുണ്ട്. ചില ആളുകളൊക്കെ പറയുന്ന ആ വീടിനകത്തെ കാര്യം പ്രവേശിപ്പിക്കില്ല. അതിപ്പോഴല്ലേ ഞാൻ പോയി, ഇപ്പോഴല്ലേ പോയത്, നേരത്തെ പോയിട്ടുണ്ട്. അകത്തൊക്കെ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. പിന്നെ അത് നേരത്തെ. ഇപ്പോഴല്ലേ. സെബാസ്റ്റ്യനിലൊന്നും ഒരു അവിശ്വാസം തോന്നിയിട്ടില്ല? അന്നൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഈ ബിന്ദു തീവ്രധാനം വന്നതിൽ പിന്നല്ലേ സെബാസ്റ്റ്യൻ ക്രിമിനലായി മാറിയത്. അല്ലെങ്കിൽ അവൻ എപ്പോഴും ഇവിടെയൊക്കെ ഇറങ്ങിയടിച്ച് നടക്കുന്ന ആളല്ലേ. എന്തായിരുന്നു എപ്പോഴും ലാൻഡ് ഡീൽസ് ആയിരുന്നു? ലാൻഡ് ഡീൽസ്, വസ്തു കച്ചവടം ഉണ്ടായിരുന്നല്ലോ. എന്തായാലും അത് ഈ പെണ്ണുങ്ങളെ തട്ടിച്ച് മേടിച്ചതല്ലോ. സെബാസ്റ്റ്യൻ ഏത് വസ്തുവാണ് മേടിച്ചിട്ടില്ല. പെണ്ണുങ്ങളെ തട്ടിച്ചത് തന്നെ ബിന്ദു പത്മനാഭനെ തട്ടിച്ച് വാങ്ങി. അതുപോലെ തന്നെ ഈ എന്താണ് ജൈനമേ, അങ്ങനെ കുറേ പേരുടെ പ്രോപ്പർട്ടി ഈ സെബാസ്റ്റ്യൻ്റെ പേരിൽ ഏത് വസ്തുവാണ് മേടിച്ചിരിക്കുന്നത്? ഒരു വസ്തുവും മേടിച്ചിട്ടില്ല. ചേട്ടനെ വെട്ടിലാക്കിയതുപോലെ ബാക്കിയുള്ളവരെ കൊണ്ട് വെട്ടിലാക്കുന്നുണ്ട്. ഞാനതിന് നമ്മളതിൻ്റെ പ്രോപ്പർ നടപടി എടുത്തു, ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളവർ ഈ പെണ്ണുങ്ങൾ എന്താ കൊടുത്തു ഈ വസ്തു കൊണ്ട്? ഇവന് കുറെ കൊടുക്കാനുണ്ടോ പൈസയൊക്കെ? ആർക്ക്? എല്ലാവർക്കൊക്കെ സെബാസ്റ്റ്യൻ പൈസ കൊടുക്കാണ്ട്. ഇയാളുടെ കയ്യിൽ ഇത്രയും സ്വത്തുക്കളുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അവൻ ആ പ്രോപ്പർട്ടി വിറ്റ് കുറെ കാശ് കിട്ടി. എറണാകുളത്തെ പ്രോപ്പർട്ടി പനമ്പള്ളി അല്ലേ?
ഓക്കെ, അതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് സംഘം അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിരുന്നു. താൻ ആ പ്രോപ്പർട്ടി വാങ്ങിയത് മറ്റു രീതിയിലൊന്നുമല്ല, അത് നിയമപരമായ നടപടികൾ പൂർത്തീകരിച്ചാണ്. പക്ഷേ 2007 തന്നെ കാണാനായി ബിന്ദു പത്മനാഭൻ എത്തിയതെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. സർക്കാരിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ അന്വേഷണ പ്രകാരം 2005 ശേഷം ബിന്ദു പത്മനാഭനെ നേരിട്ട് കണ്ടവർ ആരുമില്ല എന്ന് പറയുമ്പോൾ 2007 കേസുമായി ബന്ധപ്പെട്ട് താൻ പോകുന്ന ഘട്ടത്തിൽ 6 മാസത്തെ എഗ്രിമെന്റ് കഴിഞ്ഞ് കേസുമായി ബന്ധപ്പെട്ട് താൻ പോകുന്ന ഘട്ടത്തിൽ 6 മാസം മുമ്പ് 2007 കേസ് കൊടുക്കുന്നു. അതിന് 6 മാസം മുമ്പാണ് ബിന്ദുവിനെ താൻ സ്ഥലം വാങ്ങുന്നതിനായി കണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം 4 വർഷത്തിന് ശേഷം കോടതിയിൽ അനുകൂല വിധി ലഭ്യമാവുകയും പണം കെട്ടിവെക്കുകയും ചെയ്തപ്പോൾ ആ ഘട്ടത്തിൽ ബിന്ദു ആ പണം റിസീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇത് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നതിൽ നിന്ന് വിരുദ്ധമായ കാര്യങ്ങളാണ് സതീശൻ നമ്മളോട് പറയുന്നത്. ചേർത്തല പള്ളിപ്പുറത്തു നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന ശരണ്യ സ്നേഹജൻ തന്നെ നമുക്കൊപ്പം ചേരുന്നു. ശരണ്യ, വെരി ഗുഡ് മോർണിംഗ്. ഈ ബിന്ദു പത്മനാഭൻ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമാകുന്ന അതേ ഘട്ടത്തിലാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരമെന്തോ അതിൽ നിന്ന് നേരെ വിപരീതമായുള്ള വളരെ സുപ്രധാനമായ വിവരം ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഈ ബിന്ദു പത്മനാഭൻ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്ന് നേരത്തെ തന്നെയുള്ള ഒരു ഫോൺ സംഭാഷണം നമ്മൾ തന്നെയാണ് പുറത്തു കൊണ്ടുവന്നത്. ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമായ വെളിപ്പെടുത്തലാണ് വരുന്നത്. എന്തൊക്കെയാണ് നമ്മളോട് ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്? ഒപ്പം സീരിയൽ കില്ലർ ആണോ സെബാസ്റ്റ്യൻ എന്നുള്ള സംശയം അത് ബലപ്പെടുത്തുന്ന വിവരങ്ങളാണ്, നിർണായക വിവരങ്ങളാണ് ഓരോ ദിവസവും വരുന്നത്, അല്ലേ? ഭവ്യ, ഈ ബിന്ദു പത്മനാഭൻ തിരോധാനവുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയെ കാണാതായത് മാത്രമല്ല, മറിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു ലാൻഡ് മാഫിയ ഇതിനു വേണ്ടി ഇടപെട്ടിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം മറ്റ് രേഖകളൊക്കെ റവന്യൂ ഓഫീസുകളിലൊക്കെ രേഖകൾ പരിശോധിക്കുമ്പോൾ ഈ സെബാസ്റ്റ്യൻ എന്ന വ്യക്തി ഒറ്റയ്ക്കല്ല ഈ സംഭവങ്ങളിലെല്ലാം ഇതിന്റെ എല്ലാം പിന്നിലെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ട സതീശൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ സാധാരണ യുക്തിക്ക് പലതും യോജിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് 2005 മെയ്യിൽ തൊട്ട് ബിന്ദു പത്മനാഭൻ ട്രഷറി അക്കൗണ്ടുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചിട്ടില്ല. അതായത് അച്ഛന്റെ ട്രഷറിയുടെ വരുന്ന പണം ഉൾപ്പെടെ ബിന്ദു അവിവാഹിതയായതുകൊണ്ട് ബിന്ദുവിനാണ് അത് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നത്. പക്ഷെ 2005 മെയ് തൊട്ട് ബിന്ദുവിനെ ആരും നേരിട്ട് കണ്ടവരോ അല്ലെങ്കിൽ ബിന്ദു ഈ പണം ഉപയോഗിച്ചിട്ടുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും സ്ഥിരീകരിക്കാനായിട്ടില്ല. ഒരു അക്കൗണ്ടുകളും അവർ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു ഘട്ടത്തിലാണ് അന്വേഷണ സംഘം 2005 മെയ്ക്ക് ശേഷം ബിന്ദുവിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു നിലപാടിൽ അവർ എത്തി നിൽക്കുന്നത്. പക്ഷെ സതീശൻ പറയുന്നത് 2006 മെയ്യിൽ ബിന്ദു നേരിട്ടെത്തി താനുമായി ഭൂമി ഇടപാട് നടത്തി എന്നുള്ളതാണ്. അതായത് അമ്പലപ്പുഴ ക്ഷേത്രത്തിന് തൊട്ട് പടിഞ്ഞാറ് ഭാഗത്തുള്ള കണ്ണായ ഭൂമിയാണ് അവർ വിറ്റത് എന്നുള്ളതാണ്. ഇതിൽ സതീശൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത് സെബാസ്റ്റ്യനുമായി നേരിട്ട് ബിന്ദു തന്റെ പള്ളിപ്പുറത്തെ ലോഡ്ജിലെത്തി എന്നുള്ളതാണ്. ആ ലോഡ്ജിൽ എത്തി അതിന്റെ മുന്നിലിരുന്ന കാറിലിരുന്ന ബിന്ദു തന്നോട് ഈ സ്ഥലം വിൽക്കാനുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. താൻ അതിന്റെ രേഖകൾ വാങ്ങി എന്നുള്ള കാര്യം അയാൾ സ്ഥിരീകരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം അന്ന് വൈകിട്ട് ബിന്ദു സെബാസ്റ്റ്യന്റെ വീട്ടിലേക്ക് പോകുന്നു. സെബാസ്റ്റ്യന്റെ വീട്ടിൽ അന്ന് രാത്രി ബിന്ദു താമസിച്ചിരുന്നു എന്ന് സതീശൻ നമ്മളോട് സ്ഥിരീകരിക്കുന്നു. കാരണം പിറ്റേ ദിവസം രാവിലെ സ്ഥലം കാണാൻ പോകുന്നതിന് വേണ്ടി താൻ സെബാസ്റ്റ്യന്റെ വീട്ടിലെത്തിയപ്പോൾ ബിന്ദു അവിടെ രാത്രി സ്റ്റേ ആയിരുന്നു എന്നുള്ള കാര്യം തനിക്ക് മനസ്സിലായി എന്നാണ് ഇയാൾ പറയുന്നത്. ഒപ്പം തന്നെ ബിന്ദുവിനോട് അവിടെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ തന്നെ തുടരാൻ പറഞ്ഞിട്ട് താനും സെബാസ്റ്റ്യനും കൂടിയാണ് അമ്പലപ്പുഴയിലെ ഭൂമി കാണാൻ പോയത് എന്നുള്ള കാര്യം ഇയാൾ നമ്മളോട് സ്ഥിരീകരിക്കുന്നു. അതിനുശേഷം പിന്നീട് തിരിച്ചു വന്ന് അന്ന് തന്നെ അഡ്വാൻസ് കൊടുത്തു. അതായത് നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങുന്നെങ്കിൽ എത്ര ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്തതിനു ശേഷമായിരിക്കും അതിലേക്ക് ഒരു അഡ്വാൻസ് അടക്കമുള്ള ഘടകങ്ങളിലേക്ക് കടക്കുക. കാരണം ആധാരവും മുന്നാധാരവും അടക്കം ബാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാണ് നമ്മളൊരു ഡീലിലേക്ക് കടക്കുക. പക്ഷെ സതീശൻ പറയുന്നത് അന്ന് തന്നെ 1.5 ലക്ഷം രൂപ താൻ അഡ്വാൻസ് ആയി ബിന്ദുവിന് നൽകി എന്നുള്ളതാണ് പറയുന്നത്. അന്ന് ആ ദിവസം സെബാസ്റ്റ്യനൊപ്പം പള്ളിപ്പുറത്തെ വീട്ടിൽ 2006 ബിന്ദു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ സതീശൻ നമ്മളോട് വ്യക്തമാക്കുന്നത്. അതിനുശേഷം പിന്നെ ബിന്ദുവിനെ കണ്ടിട്ടേ ഇല്ല എന്ന് സതീശൻ പറയുന്നു. 2006 നിന്നും ഈ അഡ്വാൻസ് നൽകിയതിനു ശേഷം കൃത്യം 6 മാസം കഴിഞ്ഞപ്പോൾ ബിന്ദു പത്മനാഭനെതിരെ ഇയാൾ കോടതിയെ സമീപിക്കുകയാണ്. അതായത് തന്റെ എഗ്രിമെന്റ് കാലാവധി കഴിഞ്ഞിരിക്കുന്നു, തനിക്ക് സ്വത്തുക്കൾ എഴുതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചു എന്നാണ് സതീശൻ നമ്മളോട് പറഞ്ഞത്. അതായത് ഈ ഒരു ഡീൽ വന്നതിന് ശേഷം ബിന്ദുവിനെ പല തവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു, അവരെ കിട്ടുന്നില്ല, അവരെ കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ബിന്ദു ഇടക്ക് താൻ ചെന്ന് സെബാസ്റ്റ്യനിൽ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ ബിന്ദു തന്നെ വിളിച്ചത് ഒരു എക്സസ് എന്നൊക്കെ പറയുന്ന ഒരു കോളിൽ നിന്നാണ്. അത് വിദേശ കോളാണോ എന്ന് സംശയമുണ്ട്. അതായത്
ഒരു നമ്പർ എടുത്ത് കാണിക്കാൻ കഴിയുന്ന ഒരു നമ്പർ അയാൾ പറയുന്നില്ല എന്നുള്ളതാണ്. അതായത് വിദേശ കോളിൽ നിന്ന് എന്തോ വിളിച്ചു, എക്സസ് എന്നൊക്കെയുള്ള നമ്പറാണ് കണ്ടത്, അത് വിദേശ കോളാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഭൂമി എഴുതി തരാത്തത് എന്തുകൊണ്ട്, അഡ്വാൻസ് വാങ്ങിയിട്ട് ഭൂമി എഴുതി തരാത്തത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് ബിന്ദു പറഞ്ഞ മറുപടി, ഞാൻ വന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഭൂമി എഴുതി എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ എന്ന് ബിന്ദു സതീശനോട് മറുപടി പറഞ്ഞു എന്നാണ് സതീശൻ നമ്മളോട് പറയുന്നത്. അങ്ങനെ ആരെങ്കിലും പറയുമോ എന്നുള്ളത് സാധാരണ യുക്തിക്ക് നിരക്കാത്തൊരു മറുപടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ വന്ന് എഴുതി നൽകാമെന്ന് പറഞ്ഞത്, അതായത് 1.5 ലക്ഷം രൂപ സെന്റിന് വെച്ച് അന്ന്, അതായത് 2006 അഡ്വാൻസ് ചെയ്ത ഭൂമി എന്ന് പറയുമ്പോൾ 12 സെന്റ് ഭൂമിയോളം ഉണ്ട്. അതായത് 1 കോടി രൂപയ്ക്ക് മുകളിലുള്ള ഒരു ഭൂമിയാണത്. ആ ഭൂമിയുടെ ബാക്കി 1.5 ലക്ഷം രൂപ മാത്രം വാങ്ങിയിട്ട് ബിന്ദു തിരികെ പോകുമോ, ബാക്കി നിങ്ങൾ എഴുതിയെടുത്തോ എന്ന് പറയുമോ എന്ന് സാധാരണ ആർക്കും തോന്നാവുന്ന ഒരു സംശയം നമുക്കും തോന്നുന്നുണ്ട്. അതാണ് പക്ഷെ സതീശൻ നമ്മളോട് പറഞ്ഞ കാര്യം. 6 മാസം കഴിഞ്ഞ് സതീശൻ ആ ഭൂമി കോടതിയിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് ഹരിഹരപുത്രനാണ് തനിക്ക് വേണ്ടി ഹാജരായതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതിനുശേഷം ഈ കേസിന്റെ വാദം നടക്കുന്നു. എക്സ്പാർട്ടി ആയിട്ടാണ് വിധിയാവുന്നതെന്നാണ്. കാരണം ബിന്ദു ഒരിക്കൽ പോലും കോടതിയിൽ ഹാജരായില്ല. ഈ അഡ്വാൻസ് നൽകിയ തുക വെച്ചിട്ട് കോടതിയിൽ കേസിന് പോവുകയും ബിന്ദു ഹാജരാകാത്തതിനെ തുടർന്ന് ഇവർക്ക് അനുകൂല വിധി ലഭ്യമാവുകയും ചെയ്തു. അതിനുശേഷം ആ ഭൂമി ആ കേസ് വാദിച്ച അഡ്വക്കേറ്റിന്റെ അനിയന് തന്നെ വിറ്റു എന്നാണ് സതീശൻ പറയുന്നത്. സതീശൻ പറയുന്ന കാര്യങ്ങൾ കൂടുതലും നമുക്ക് സാധാരണ ഒരു യുക്തിക്ക് ചേരാത്ത പല കാര്യങ്ങളും പറയുന്നുണ്ട് എന്നുള്ളതാണ്. അന്വേഷണ സംഘം പല ഘട്ടങ്ങളിലും ബിന്ദു തിരോധാനവുമായി ബന്ധപ്പെട്ട് ചേർത്തല ബിന്ദു പത്മനാഭൻ തിരോധാനത്തിൽ നിർണായക വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. തിരോധാനത്തിന് ശേഷം കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന ബിന്ദുവിന്റെ ഭൂമി സ്വന്തമാക്കിയ സതീശന്റേതാണ് വെളിപ്പെടുത്തൽ. 2005 മേയ്ക്ക് ശേഷം ബിന്ദു ജീവനോടെ ഇല്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ 2006 ഭൂമി വിൽക്കാൻ സെബാസ്റ്റ്യനൊപ്പം ബിന്ദു എത്തിയതായി സതീശൻ ന്യൂസ് 18നോട് പറഞ്ഞു. വളരെ നിർണായകമായ വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിലൊരു ലഹരി ഭൂമാഫിയയുടെ ഇടപെടൽ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ വാർത്ത നമുക്ക് വിശദമായി പരിശോധിക്കണം. 10 മണിക്ക് ന്യൂസ് ട്രെൻഡ്സിൽ ഈ വാർത്ത നമുക്ക് വിശദമായി പരിശോധിക്കാം. മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം.